ഏവർക്കും നമസ്കാരം. മലയാളി കൾച്ചറൽ അസോസിയേഷൻ ഓഫ് കാൽഗരി MCAC നടത്തുന്ന COVID-19 ചാറ്റ് വിത്ത് ഡോക്ടേഴ്സ് എന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും 5 ഡോക്ടേഴ്സാണ് ഇന്ന് പാനലിലുള്ളത്. അവരെ ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ ജോസഫ് വയലിങ്കൽ, ഡോക്ടർ ജെഫ് എന്നും അറിയപ്പെടും. ഹാമിൽട്ടണിലെ മക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെഡിക്കൽ സ്റ്റഡീസ് പൂർത്തീകരിച്ച ശേഷം ജൂലൈ 2000 പീഡിയാട്രിക്സ് ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിനായി കാൽഗരിയിലെത്തി. 5 മാസം ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലുള്ള ഗുണ്ടൂർ എന്ന പ്രദേശത്ത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഓട്ടോവയിൽ 2 വർഷം കാനഡ പബ്ലിക് ഹെൽത്ത് ഏജൻസിയിൽ ഫീൽഡ് എപ്പിഡമിയോളജിസ്റ്റ് ആയിരുന്നു. 2005 മുതൽ കുട്ടികളിലെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യുന്ന അദ്ദേഹം ഇപ്പോൾ ആൽബർട്ട ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഫുൾ ടൈം കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. MCCയുടെ വിവിധ പരിപാടികളിൽ എത്തുന്ന ഡോക്ടർ ജോസഫ് നമ്മുടെ മലയാളം സ്കൂളിൽ 1 വർഷം പഠിപ്പിക്കുവാനും ഉണ്ടായിരുന്നു. ഡോക്ടർ അരവിന്ദ് ഗണേഷ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റോഡ്സ് സ്കോളർഷിപ്പോടുകൂടി ക്ലിനിക്കൽ ന്യൂറോ സയൻസിൽ PhD നേടിയ അദ്ദേഹം നിലവിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗരിയിലെ ഫൈനൽ ഇയർ ന്യൂറോളജി റെസിഡൻറ്റ് ഫിസിഷ്യനാണ്. ആൽബർട്ട COVID-19 കോൺടാക്ട് ട്രേസിംഗ് ടീമിൻ്റെ ടീം ലീഡറായിരുന്നു. ഇപ്പോൾ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉൾപ്പെടുത്തിയുള്ള ആൽബർട്ട ഹോപ്പ് ട്രയലിൻ്റെ ഇൻവെസ്റ്റിഗേറ്റർ കൂടിയാണ്. ഡോക്ടർ മാളവിക വർമ്മ നമ്മുടെ ഡോക്ടർ അരവിന്ദൻ്റെ വൈഫാണ്. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും MBBSന് ശേഷം അവിടെ തന്നെ ഹൗസ് സർജനായിരുന്നു. ഓൾസോ ഷീ അസിസ്റ്റഡ് വിത്ത് ക്ലിനിക്കൽ റിസർച്ച് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. 2017 മുതൽ കാൽഗരി ഹെറാൾഡിൻ്റെ ഹെൽത്ത് ആർട്ടിക്കിൾ റൈറ്ററായ ഡോക്ടർ മാളവിക നിലവിൽ COVID-19 കോൺടാക്ട് ട്രേസിംഗ് ടീമിൻ്റെ ടീം ലീഡറാണ്. ഡോക്ടർ മിനി ജോർജ്, ജനനം കേരളത്തിലെങ്കിലും പഠന കാലഘട്ടമെല്ലാം ഡൽഹി, പൂനെ എന്നിവിടങ്ങളിലായിരുന്നു. 2002 കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്തു. ആസ് ആൻ ഇൻ്റർനാഷണൽ മെഡിക്കൽ ഗ്രാജുവേറ്റ് ഷീ ഡിഡ് എ റെസിഡൻസി ഇൻ ഫാമിലി മെഡിസിൻ ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗരി. കഴിഞ്ഞ 12 വർഷമായി കാൽഗരിയിൽ ഫാമിലി ഫിസിഷ്യനായി പ്രാക്ടീസ് ചെയ്യുന്നു. ഡോക്ടർ അർച്ചന വിജയ്, ഇന്ത്യയിൽ നിന്നും ENT സർജിക്കൽ റെസിഡൻസി കംപ്ലീറ്റ് ചെയ്ത ശേഷം സ്ട്രോക്ക് ന്യൂറോളജിസ്റ്റായി വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ് ഡോക്ടർ ബിജോയിയോടൊപ്പം കാനഡയിലെത്തി. യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗരിയിൽ നിന്നും ഇൻറ്റേർണൽ മെഡിസിനിൽ റെസിഡൻസിയും ഫെലോഷിപ്പ് ട്രെയിനിങ്ങും പൂർത്തീകരിച്ചു. റെസിഡൻസി സമയത്ത് ബെസ്റ്റ് ഇൻ്റർനാഷണൽ റെസിഡൻറ്റ് അവാർഡിന് അർഹയായി. അതുപോലെ തന്നെ 2015 17 ഷീ ഗോട്ട് ദ റെസിഡൻറ്റ് ചോയ്സ് ബെസ്റ്റ് ഓറൽ പ്രസൻറ്റേഷൻ അവാർഡ് ഫോർ ഇൻറ്റേർണൽ മെഡിസിൻ റെസിഡൻറ്റ് റിസർച്ച് ഡേ. FRCPC FACP സർട്ടിഫൈഡായ ഡോക്ടർ അർച്ചന നിലവിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗരിയിൽ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ടീച്ചറാണ്. ഒഴിവു സമയങ്ങളിൽ ഫോട്ടോഗ്രാഫിയും പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതിലും താല്പര്യമുള്ള ഡോക്ടർ അർച്ചന കൂടുതലും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവയെക്കുറിച്ച് നമ്മോട് സംസാരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ പാനലിലെ ഡോക്ടേഴ്സിനെ എല്ലാവരെയും തന്നെ MCACയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് തുടക്കത്തിലൊരു 10 മിനിറ്റ് കോവിഡിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷനാണ്. അതിനുശേഷം ഒരു 10 പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡോക്ടേഴ്സ് അതിന് ആൻസർ ചെയ്യും. ശേഷം പബ്ലിക്കിൽ നിന്നും നമ്മുടെ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ, ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കവർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് ചോദിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും. അപ്പോൾ ആ സെഷനിലേക്ക് കടക്കാം. COVID-19 ഇൻട്രൊഡക്ഷൻ ഡോക്ടർ അർച്ചന വിജയ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ആദ്യം കൊറോണ വൈറസ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് നമുക്കറിയാവുന്നതാണ്. ഒരു ലാർജ് ഫാമിലി ഓഫ് വൈറസസ് ആണ് കൊറോണ വൈറസ്. സാഴ്സ്, മേഴ്സ് അങ്ങനെയുള്ള ശ്വാസകോശത്തെ ബാധിക്കുന്ന വൈറസ് ആണ്. വൈറസിന്റെ പ്രധാനമായിട്ടുള്ള പേര് SARS-CoV-2 എന്നാണ്. വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേര് COVID-19 എന്നാണ്. ഈ കൊറോണ വൈറസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മുമ്പ് കണ്ടു. റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് വഴിയാണ്. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. മുമ്പ് നന്നായിട്ട് ബബിതയും ദീപയൊക്കെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എന്റെ സ്പെഷ്യാലിറ്റി ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ ക്രോണിക് ഡിസീസസ് ആണ്. ആസ്മ, COPD. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതിനായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാം. ബാക്കിയുള്ള പാനലിസ്റ്റ് അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് കവർ ചെയ്യുന്നതാണ്. കോമൺ ആയിട്ട് ഉണ്ടാവുന്ന രോഗബാധിതകൾ നമുക്കറിയാം. പനി, വരണ്ട ചുമ, ക്ഷീണം എന്നിവയാണ്.
ഒരു പ്രാവശ്യം നമുക്ക് എക്സ്പോഷർ കഴിഞ്ഞാൽ ഏകദേശം 2 മുതൽ 10 ദിവസത്തിനുള്ളിൽ സിംറ്റംസ് വരാം. ഏകദേശം 80% ആൾക്കാർക്ക് ഒരു സിംറ്റമും ഇല്ലാതെ ഉണ്ടാവാം. എന്നാലും ഒരു 14 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഐ മീൻ സെൽഫ് ഐസൊലേഷനിൽ നിൽക്കണം. മാളവിക അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. കോവിഡ് സെൽഫ് അസസ്മെന്റ് ടൂൾ എടുക്കണം എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ ബാക്കി പാനലിസ്റ്റ് കവർ ചെയ്യും. എന്റെ ഫീൽഡ് ഡയബറ്റിസും ആസ്മ, ഹാർട്ട് ഡിസീസ്, അങ്ങനെ ക്രോണിക് അസുഖങ്ങളുള്ള പേഷ്യൻസ് ഈ സമയത്ത് എങ്ങനെ അവരെ ബാധിക്കുന്നു, അവർക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അങ്ങനെയുള്ളതിനെ കുറിച്ച് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാം. ഇങ്ങനത്തെ അസുഖങ്ങളുള്ള പേഷ്യൻസിന് ഈ സമയത്ത് കെയർ ആക്സസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. മെഡിസിൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇപ്പോൾ 1 മാസത്തെ ആണ് സാധാരണ ഫാർമസികൾ ഡിസ്പെൻസ് ചെയ്യുന്നത്. പിന്നെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാരണം അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ഉണ്ടാവുന്ന പല പ്രയാസങ്ങൾ, അതായത് നമുക്ക് ചിലപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ഡോക്ടറുടെ അടുത്ത് കാണാൻ പോവാനൊരു പേടി, എമർജൻസിയിലേക്ക് പോകാൻ പേടി, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. അത് കാരണം അങ്ങനത്തെ ഒരു പ്രയാസങ്ങളുണ്ട്. രണ്ടാമത്, ഈ പേഷ്യൻസിന് കൂടുതലായിട്ടും സിവിയർ കോവിഡ് ഉണ്ടാവാനും കോവിഡിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ഒരു ഡയബറ്റിക് പേഷ്യന്റിന് കെയർ എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മുടെ ഡോക്ടേഴ്സിന്റെയും മെഡിസിൻസിന്റെയും അതിന്റെ കറക്റ്റ് ഡോസസും വെച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. പ്രത്യേകിച്ചും ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 ആഴ്ചത്തേക്കുള്ള ഇൻസുലിൻ കരുതി വെക്കുന്നത് വളരെ ഉപകാരമാണ്. നമുക്ക് ഇൻ കേസ് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സോ അടുത്തുള്ള ഫ്രണ്ട്സോ അവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ, ലാൻസെറ്റ്, ടെസ്റ്റ് സ്ട്രിപ്സ്, കീറ്റോൺ സ്ട്രിപ്സ്. ടൈപ്പ് 1 ഡയബറ്റിക് ആണെങ്കിൽ എപ്പോഴും കീറ്റോൺ സ്ട്രിപ്പ് വയ്ക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അസുഖം വന്നാൽ നമ്മൾ കീറ്റോൺ ടെസ്റ്റ് ചെയ്യണം. ജസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് പോലെ നമ്മൾ മൂത്രം സ്ട്രിപ്പ് വെച്ചില്ല, സ്ട്രിപ്പിലേക്ക് പി ചെയ്തിട്ട് നമ്മൾ അതിൽ 2+നെക്കാട്ടിലും കൂടുതൽ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകണം. എന്തെന്നാൽ നമ്മൾക്ക് ഇൻട്രാവീനസ് ഇൻസുലിൻ ആവശ്യമാണ്. പിന്നെ ഇൻസുലിൻ പമ്പ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പമ്പ് സപ്ലൈസ് എപ്പോഴും കരുതണം. എന്ന് വെച്ചാൽ പമ്പിൽ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആണ്. അത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഷുഗർ വളരെ കൂടും. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ, സോപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ. രണ്ടാമത്, ഷുഗർ കുറവാണെങ്കിൽ നമുക്ക് വേണ്ട ഡെക്സ്ട്രോസ് ടാബ്ലറ്റ്സ് വാങ്ങാൻ കിട്ടും ഫാർമസിയിൽ. അത് ഓറഞ്ച് ജ്യൂസ്, ഗ്ലൂക്കഗോൺ. വളരെ കുറഞ്ഞാൽ നമ്മൾ അബോധാവസ്ഥയിൽ പോയാൽ നമ്മുടെ കൂടെയുള്ള ഫാമിലി മെമ്പറിന് ആ ഗ്ലൂക്കഗോൺ നമ്മുടെ മൂക്കിൽ ഒരു സ്പ്രേ പോലെ അടിച്ചാൽ അപ്പൊ തന്നെ നമ്മുടെ ഷുഗർ കയറി വരും. അതെല്ലാം നമ്മൾ കരുതി വെക്കുന്നത് വളരെ ബെനിഫിഷ്യൽ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് എന്തൊക്കെയാ ഡയബറ്റിക് പേഷ്യന്റിന് ചെയ്യാൻ പറ്റുക? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുഗർ നന്നായി കൺട്രോളിൽ വെക്കുക. ഷുഗർ ഭയങ്കര വേരിയബിലിറ്റി വന്നാലും അതൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, നമ്മൾ എണീറ്റ പാടെയുള്ള ഷുഗർ 5-നും 7-നും ഇടയിലും 2 മണിക്കൂർ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാലുള്ളത് 10-നും 8-നും 10-നും ഇടയിലും ആയിട്ട് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ അത്യാവശ്യം നന്നായി കഴിക്കുക. എക്സസൈസ് ചെയ്യാൻ പുറത്തിറങ്ങാനൊക്കെ നമ്മൾ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് എക്സസൈസ് ചെയ്യുക. വാക്സിൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ന്യൂമോകോക്കൽ ഇൻഫ്ലുവൻസ, ആ വാക്സിനുകളൊക്കെ ബാക്ടീരിയൽ ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ റിക്കറന്റ് ബാക്ടീരിയൽ ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കീറ്റോൺ സ്ട്രിപ്പിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ടൈപ്പ് 1 ഡയബറ്റിക്, ഇൻസുലിൻ എടുക്കുന്ന ടൈപ്പ് 1 ഡയബറ്റിക് ആണെങ്കിൽ കീറ്റോൺ സ്ട്രിപ്പ് വയ്ക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അഥവാ നമുക്ക് കോവിഡ് വന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോവിഡ് വന്ന ഡയബറ്റിക് ആണെങ്കിൽ ഹയർ റിസ്ക് ആയത് കാരണം എന്തായാലും 811 വിളിക്കുക. ഇൻ കേസ് നമുക്ക് വളരെ ഹൈ ഫീവർ ആണ്, 38 ഡിഗ്രിയുടെ മീതെ കണ്ടിന്യൂസ് ഫീവറോ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തോ ഓക്സിജൻ സാച്ചുറേഷൻ, ഇൻ കേസ് വീട്ടിൽ ഓക്സിജൻ മീറ്റർ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കുറവാണെങ്കിൽ അപ്പൊ തന്നെ ആശുപത്രിയിൽ പോവുക. പിന്നെ സിക്ക് ആണെങ്കിൽ നമ്മുടെ മെഡിക്കേഷൻസ് കുറെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ ആദ്യം തന്നെ ഡോക്ടറെയോ ഫാർമസിസ്റ്റിനെയോ കാണുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ഇൻസുലിനോ അതോ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന മരുന്നുകളോ, അതായത് ഗ്ലിക്ലസൈഡ്, ഡയമൈക്രോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്ലൂക്കോനോം, അങ്ങനത്തെ മരുന്നുകൾ, നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന മരുന്നുകൾ. നമ്മളിപ്പം അസുഖം പിടിച്ചാൽ നമ്മൾ അത്രയും ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല, ചിലപ്പം വെള്ളം കുടിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ മെഡിസിൻസിന്റെ ഡോസ് കുറയ്ക്കുകയോ അതോ തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കേണ്ടിയോ ചിലപ്പം വന്നിരിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക ഡോക്ടറെ. രണ്ടാമത്, നമ്മൾ ഈ SGLT2 മെഡിസിൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ മെറ്റ്ഫോർമിനും ഉണ്ട്. SGLT2 മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ജാഡിയൻസ്, ഇൻവോക്യാന, ഫോർസീഗ, അത് 3 എണ്ണമാണ്. അത് നമ്മൾ മെയിൻ ആയിട്ടും പി ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഷുഗർ മൂത്രത്തിൽ കൂടെ പോയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആ മെഡിസിൻ എടുക്കുന്ന ആൾക്കാര് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അപ്പൊ തന്നെ അത് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കീറ്റോൺസ് ഉണ്ടാവാം.
അപ്പൊ അത് ആ 3 മെഡിസിൻ എടുക്കുന്നവര് അപ്പൊ തന്നെ നിർത്തുക, എന്നിട്ട് ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക. തിരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയും നമ്മളെല്ലാം നോർമലായിട്ട് വെള്ളം കുടിക്കുകയോ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കത് പകുതി ഡോസിലോ മെല്ലെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബ്ലഡ് പ്രഷർ മെഡിസിൻസ് പ്രത്യേകിച്ചും വാട്ടർ പിൽസും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അത് നിർത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും തുടങ്ങുമ്പോൾ നമുക്ക് റീഅഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫാർമസിസ്റ്റിനെ കോൺടാക്ട് ചെയ്താൽ അവർക്ക് അതൊരു ലിസ്റ്റ് എഴുതി തരാൻ പറ്റും. നമ്മുടെ മെഡിക്കേഷന്റെ ഡോസ് ചേഞ്ച് ചെയ്ത ഡോസും പിന്നെ എപ്പോഴാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേറ്റ് ഇട്ട് ഡോസ് ഇട്ട് നമുക്ക് എഴുതി തരാൻ പറ്റും. അത് വളരെ ഉപകാരമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഡയബറ്റീസ് പേഷ്യൻസിന് കോവിഡ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ? നമുക്കറിയാം, ഡയബറ്റീസ് ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയും. പിന്നെ ഒട്ടുമുക്കാലും ആൾക്കാർ വയസ്സ് കൂടുതലുള്ള ആൾക്കാർക്കായിരിക്കും. അവർക്ക് അഡീഷണൽ ആയിട്ടും കിഡ്നിയുടെ പ്രശ്നങ്ങളും ഹാർട്ടിന്റെ പ്രശ്നങ്ങളും ഒക്കെ സാധാരണഗതിയിൽ അസോസിയേറ്റഡ് ആണ്. അപ്പൊ അവർക്ക് കോവിഡ് ഉണ്ടാവാനുള്ള സാധ്യത, സിവിയറിറ്റിയും കോവിഡ് അഥവാ വന്നാലുള്ള അതിനുള്ള ആഘാതവും പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി, ബ്ലഡ് പ്രഷർ മെഡിസിൻസ്, അതായത് ഏസ് ഇൻഹിബിറ്റേഴ്സും ആർബ്സും പറയും. ജനറൽ ടേംസിലാണെങ്കിൽ കവേഴ്സിൽ, ആവപ്രോ എന്ന് പറഞ്ഞ മെഡിസിൻസ്, അത് കോവിഡിനെ കൂട്ടുവോ, കോവിഡ് ഉണ്ടാക്കാനുള്ള ആഘാതം കൂട്ടുവോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. അതെന്താന്ന് വെച്ചാൽ ഏസ് ഇൻഹിബിറ്റേഴ്സ് സാധാരണ ഈ ഏസ് ഇൻഹിബിറ്റർ റിസെപ്റ്റർ ഒരു സെല്ലിന്റെ മുകളിൽ ഉണ്ടാവും. അപ്പൊ അതിലേക്കാണ് ഈ കോവിഡ് പറ്റിപ്പിടിച്ച് ഉള്ളിൽ കയറുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ ഏസ് ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിച്ചാൽ കൂടുതൽ റിസെപ്റ്റേഴ്സ് എക്സ്പ്രസ് ആവോ, അപ്പൊ കൂടുതൽ വൈറസിനുള്ളിൽ കയറാൻ പറ്റുമോ, അങ്ങനെ ഒരു സംശയം ഉണ്ടായി. പക്ഷെ അതിന് ഇതിപ്പോ യാതൊരു കൺഫേം സയന്റിഫിക് ലിങ്കും ഇല്ല. അപ്പൊ കനേഡിയൻ കാർഡിയോവാസ്കുലർ സൊസൈറ്റി അനുസരിച്ചും ഇപ്പോഴത്തെ ഇപ്പൊ NEJM നമ്മുടെ ടോപ്പ് ജേർണൽസ് അനുസരിച്ചും നമ്മൾ ഏസ് ഇൻഹിബിറ്റേഴ്സും ARB, അതായത് ബ്ലഡ് പ്രഷർ മെഡിസിൻസ് ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ളത് ഈ സമയത്ത് നിർത്തിവെക്കാൻ യാതൊരു ഇതുമില്ല. നമുക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ, അസുഖം ഉണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അസുഖം ഇല്ലെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂ തന്നെ ചെയ്യണം. പല ബ്ലഡ് പ്രഷർ മെഡിസിൻസും നമ്മൾ ഹാർട്ട് ഫെയിലിയറിനും ഉപയോഗിക്കുന്നതാണ്. അതും നമ്മൾ റെഗുലറായി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. പിന്നെ ഡയബറ്റീസിന് മെയിൻ ആയിട്ടും ഷുഗർ 70% നമ്മുടെ ഷുഗർ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് 7-ന് കീഴെയും 2 മണിക്കൂർ ഭക്ഷണം കഴിഞ്ഞാൽ 10-ന് കീഴെയും ഒരു 70% വെച്ചാൽ, അതിന് ടൈം ഇൻ റേഞ്ച് എന്നാണ് പറയുക, വെച്ചാൽ നമുക്ക് അത് കോവിഡിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡയബറ്റീസിനെ കുറിച്ചും ബ്ലഡ് പ്രഷറിനെ കുറിച്ചും നോക്കി. ഇനി ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് അവർക്ക് കോവിഡിന്റെ ബാധ്യത കൂടുതലാവുന്നത്? ഹാർട്ടിനെ പല രീതിയിൽ കോവിഡിനെ എഫക്ട് ചെയ്യാം. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം, ഹാർട്ട് അറ്റാക്ക് ചെറിയ യങ്ങർ പേഷ്യൻസിന് ഇപ്പൊ കണ്ടുവരുന്നുണ്ട്, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ റിതം പ്രോബ്ലംസ്, ഈ അരിത്മിയാസ്, ഓരോ റിതം പ്രോബ്ലംസ് ഉണ്ടാക്കാം. എന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായി ഇപ്പൊ അറിയില്ല. പക്ഷെ ഹാർട്ട് മസിലിന്റെ ഇഞ്ചുറിയോ അതോ ക്ലോട്ടിങ് കൂടുതലാക്കുകയോ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഹാർട്ട് ഫെയിലിയർ മെഡിസിൻസ് എല്ലാം തന്നെയും നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ സ്റ്റാറ്റിൻസ്, നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മെഡിക്കേഷൻസും കണ്ടിന്യൂ ചെയ്യണം. അതൊന്നും സിക്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ല വെച്ചാൽ അതെല്ലാം കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇനിയിപ്പോ ഹാർട്ട് ഫെയിലിയർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആസ്മ, COPD ഉള്ള ആൾക്കാർക്ക്, ആസ്മ COPD ലങ്ങിന്റെ പ്രശ്നങ്ങളാണല്ലോ. അപ്പം എന്തായാലും അവർക്കൊരു ഇൻക്രീസ് റിസ്ക് ഏതായാലും ഉണ്ട്, നമുക്കറിയാതെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റിസ്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ന്യൂമോണിയ ഉണ്ടാവാനുള്ള സാധ്യതയും ഹോസ്പിറ്റലൈസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉള്ളവർക്ക് സാധാരണ ആസ്മ ഉള്ള പേഷ്യൻസിന് ഇൻഹേലേഴ്സും സ്റ്റീറോയിഡ് ഇൻഹേലേഴ്സും വെന്റിലിനും ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് സ്റ്റീറോയിഡ് ഇൻഹേലേഴ്സും വെന്റിലിനും എല്ലാം കണ്ടിന്യൂ ചെയ്യുക. ആസ്മ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊരു ഒരു ചീട്ടിനകത്ത് എഴുതി തരും. ആസ്മ ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വന്നാൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, സ്റ്റീറോയിഡിന്റെ ഡോസ് കൂട്ടുക, അങ്ങനെ നമുക്കൊരു സ്പെസിഫിക് ആസ്മ ആക്ഷൻ പ്ലാൻ ആസ്മ ക്ലിനിക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ സ്മോക്കിങ്ങും ഒരു ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ആണ് കോവിഡിന് വേണ്ടിയിട്ട്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ വാക്സിനേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഡയബറ്റിക് പേഷ്യൻസിനും പിന്നെ ലങ് ഡിസീസ് പേഷ്യൻസിനും. എന്താ കാരണം എന്ന് വെച്ചാൽ ഓൾദോ ഡയറക്റ്റ് ആയിട്ട് വൈറസിന് അഗേൻസ്റ്റ് അല്ല വാക്സിൻ, പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് കോവിഡ് വന്നാൽ അതിന്റെ മീതെ കൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും ബാക്ടീരിയൽ ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യാനും ന്യൂമോകോക്കൽ വാക്സിനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻഫ്ലുവൻസ വാക്സിനും
ഒരുമിച്ച് വേറെ വൈറസ് വന്ന് കോ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ വാക്സിനേഷൻസ് അപ് ടു ഡേറ്റ് ആവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്യാൻസർ ഉള്ള പേഷ്യൻസ്, നമുക്കറിയാം ക്യാൻസർ ഒരു ഇമ്മ്യൂണോ സപ്രസ് സ്റ്റേറ്റ് ആണ്. പ്രത്യേകിച്ചും കീമോയോ റേഡിയേഷനോ എടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ വൈറ്റ് ബ്ലഡ് സെൽസ് കുറയാം. വൈറ്റ് ബ്ലഡ് സെൽസ് കുറഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി, നമുക്ക് വേറെ രോഗങ്ങളെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പോൾ നമുക്ക് വൈറ്റ് ബ്ലഡ് സെൽസ് കുറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പനി പിടിച്ചാൽ നമ്മുടെ ബോഡിക്ക് അത് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാൻസർ ഉള്ള പേഷ്യന്റ്, കീമോതെറപ്പി എടുക്കുന്ന പേഷ്യന്റിന് ഫീവർ വന്നാൽ ഉടനെ തന്നെ നമ്മൾ എമർജൻസിയിൽ പോയി അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡ് കൗണ്ട് നോക്കി അതിന് ട്രീറ്റ്മെന്റ് എമർജൻസി പോയി എടുക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇൻട്രാവീനസ് ആന്റിബയോട്ടിക്സ് എടുക്കണം. പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു ഇത് കോവിഡും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കൂടുതലും സ്ട്രോക്കിന്റെ, ഡോക്ടർ ഗണേഷ് പറയും 5% വരെ യങ് ആൾക്കാർക്ക് സ്ട്രോക്ക് ഉണ്ടായി കണ്ടുവരുന്നുണ്ട്. ഹാർട്ട് അറ്റാക്കുകൾ കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ ക്ലോട്ടിങ്ങിന് കൂടുതലാണോ നമുക്ക് അത് അവരൊരു പോസ്റ്റുലേറ്റ് ഇങ്ങനെ ക്ലോട്ടിങ് കൂടുതലാക്കി വരുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ബ്ലഡ് വെസലിന്റെ ലൈനിങ്ങിനെ അത് ബാധിക്കുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിന്റെ മസിലിനെ ഇഞ്ചർ ചെയ്തിട്ട് ഹാർട്ടിന് നമുക്ക് അരിത്മിയാസ് ഉണ്ടാവുമെന്ന് പറയുന്നു. എങ്ങനെയാണെങ്കിലും സ്ട്രോക്ക് ടീമും ഹാർട്ടിന്റെ ടീമും എല്ലാം ഫുള്ളി വർക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് സഡൻ ആയിട്ട് ഇപ്പൊ ഒരു കൈ നമുക്ക് പൊക്കാൻ വയ്യ, അല്ലെങ്കിൽ ലിംബ് വീക്ക്നെസ് വന്നു എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കരുത്. അപ്പൊ തന്നെ നമ്മൾ വിളിച്ച് ആശുപത്രിയിൽ പോകണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട് ഈ സമയത്ത് നമ്മളെ സേഫ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹാർട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെസ്റ്റ് പെയിൻ വന്നു, അല്ലെങ്കിൽ നല്ല നെഞ്ചുവേദന, കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന നെഞ്ചുവേദന വന്നു എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കാൻ പാടില്ല. ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വന്നു, വേറെ സ്ട്രോക്സ് ആൻഡ് ഹാർട്ട് അറ്റാക്സ് ഗോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൾക്കാർ വരാതിരിക്കുകയാണോ വീട്ടിലിരിക്കുകയാണോ ഒന്നും നമുക്കറിയില്ല. പിന്നെ നമ്മളൊരു യങ് ട്രെൻഡ് കണ്ടു, യങ് പേഷ്യൻസ് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ സിവിയർ സിംറ്റംസ് വരികയാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ കെയർ എടുക്കണം. പിന്നെ നമ്മുടെ ബ്ലഡ് സപ്ലൈ, ലിംബ് ഇസ്കീമിയ എന്ന് വെച്ചാൽ നമ്മുടെ വിരലുകൾക്കും ചെറിയ എല്ലാത്തിനും ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് പല സ്ഥലത്തേക്കും ക്ലോട്ടുകൾ, ലങ്ങില് ക്ലോട്ട് അങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ മെക്കാനിസം ഇതുവരെ ഫുള്ളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, നമുക്ക് അലീവോ ആഡ്വിലോ NSAID ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻസ് ഉപയോഗിക്കാമോ ഇല്ലയോ, അത് കോവിഡിന്റെ ബാധ കൂട്ടുമോ ഇല്ലയോ? അതിൽ 3 തരത്തിൽ നമുക്ക് ആലോചിക്കാം. ഒന്ന്, നമുക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അങ്ങനെ ക്രോണിക് ആയിട്ട് NSAIDs എടുക്കുന്ന പേഷ്യൻസ്, അവർക്ക് എണീറ്റ് നടക്കാൻ വേണ്ടി NSAIDs ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വേദനയാണ്. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് നമുക്കത് ലോവസ്റ്റ് ഇഫക്റ്റീവ് ഡോസ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ഡോസ്, അത് മിനിമം ഡ്യൂറേഷൻ ഓഫ് ടൈമിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഇപ്പോഴത്തെ എക്സ്പെർട്ട് ഒപ്പീനിയൻ. രണ്ടാമത്, ആ ഒരു കണ്ടീഷനിൽ മാത്രമേ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുള്ളൂ. അല്ലാതെ സാധാരണഗതിയിൽ ഇപ്പൊ ഹോസ്പിറ്റലൈസ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അധികം NSAIDs ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ മിക്കവാറും എല്ലാവർക്കും ഒരു ഹാർട്ട് ഡിസീസോ കിഡ്നി ഡിസീസോ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രീഡിസ്പൊസിഷൻ ഉണ്ടാവും. അങ്ങനെ ഉള്ളപ്പോ നമ്മൾ ജനറലി NSAIDs വളരെ കുറവായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലൈസ് പേഷ്യൻസിനെ പൊതുവെ സ്റ്റാർട്ട് ചെയ്യാറില്ല മെഡിസിൻ യൂണിറ്റിൽ. അപ്പൊ നമ്മൾ ആ സ്പെസിഫിക് കണ്ടീഷനിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മൂന്നാമത്, NSAIDs നമുക്ക് ആന്റിപൈററ്റിക് ആയിട്ട് എന്ന് വെച്ചാൽ പനി വന്ന അതിനെ പ്രിവെന്റ് ചെയ്ത് അങ്ങനെ NSAIDsഉം ഫസ്റ്റ് ലൈൻ ആയിട്ട് കോവിഡിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പറ്റുകയാണെങ്കിൽ അസിറ്റമിനോഫിനോ ടൈലനോളോ തന്നെയാണ് പറയുന്നത്. അപ്പൊ കോഷ്യസ് ആയിട്ടാണ് ഇതിന്റെ ഡേറ്റ ഇവോൾവ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒബീസിറ്റി ഒരു ഇൻഡിപെൻഡന്റ് റിസ്ക് ഫാക്ടർ ആണ് കോവിഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എക്സസൈസ്, ഈ എല്ലാ വെള്ളത്തിന്റെ ഇടയിൽ എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യണത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള പാനലിസ്റ്റ് എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അപ്പൊ ഞാൻ അതിലൊന്നും കയറി പറയുന്നില്ല. ആകെ എനിക്ക് പറയാനുള്ളത്, ഡയബറ്റീസ് സപ്പോർട്ട് ലൈൻ നമ്മുടെ CNO ക്ലിനിക്കിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നമ്പർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 8 മണി മുതൽ 4 മണി വരെ ഏത് ഡയബറ്റിക്കിന് വേണമെങ്കിലും വിളിക്കാം. നിങ്ങളൊരു ഡയബറ്റീസ് എഡ്യൂക്കേറ്ററുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ബാക്കിയുള്ള കോവിഡിന്റെ ട്രീറ്റ്മെന്റുകളും എവിടെയാണ് വാക്സിനേഷൻ, നമ്മൾ എവിടെ വരെ എത്തി, അങ്ങനെയുള്ളതൊക്കെ ഞാൻ ബാക്കിയുള്ള പാനലിസ്റ്റ് നമുക്ക് ഡിസ്കഷൻ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ബാക്കി കുറെ സ്ലൈഡ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഷെയർ ചെയ്യാം. അതിൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത്ര തൽക്കാലത്തേക്ക് എനിക്ക് അത്രേ പറയാനുള്ളൂ. വളരെ നന്ദി. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഇതനുസരിച്ച് അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം അർച്ചന അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നു. താങ്ക്സ് ടു ഡോക്ടർ അർച്ചന.
അപ്പം ആ 10 ക്വസ്റ്റ്യൻസ് കൂടാതെ അല്ലെ അതിനകത്ത് ഉൾപ്പെടാത്ത ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഉണ്ട്. അപ്പം ആ ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ആദ്യത്തേത് ഡോക്ടർ മിനി ജോർജിനോടാണ്. ഇപ്പം പൊതുവെ കോവിഡ് തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു പ്രായമുള്ളവരെയാണ് ഇത് അഫക്ട് ചെയ്യുന്നതെന്ന്. അപ്പം അതിന്റെ ഒരു റിയാലിറ്റിയും കൂടെ മനസ്സിലാക്കാനാണ്. പക്ഷെ പിന്നീട് വന്നപ്പോൾ അതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നമ്മൾ കണ്ടു. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ഹു ഈസ് മോസ്റ്റ് അറ്റ് റിസ്ക് ഓഫ് എ സീരിയസ് ഇൽനസ് ഫ്രം COVID-19? Hello, everybody. Thank you for giving me this opportunity, MCAC, Mr. Abraham. And sorry, I'll be talking mostly in English or Manglish because I'm not familiar with talking fully in Malayalam. Thank you, Dr. Archana. That was a very, very comprehensive update on COVID, and it is really nice to meet with you, even if it's online. So, who is at more risk? ഡോക്ടർ അർച്ചന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുറെ ഡിസീസസിന്റെ കാര്യം. അപ്പൊ അത് ഞാൻ പിന്നെ ആവർത്തിക്കുന്നില്ല. പക്ഷെ എൽഡർലി പീപ്പിൾ, നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു പോപ്പുലേഷൻ. കൂടുതലും നമ്മൾ കാൽഗറി പോലും കണ്ടാല് നഴ്സിംഗ് ഹോംസിലുള്ള നമ്മുടെ സീനിയേഴ്സ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിരിക്കുന്നത്. അവരൊരു ഗ്രൂപ്പ് സിറ്റുവേഷനിലാണ് താമസിക്കുന്നത്. അവരെ കെയർ ചെയ്യുന്നത് കെയർ ഗിവേഴ്സ്, they are coming from different nursing homes, but they are definitely more at risk. And our immunity is low just because of their age and other medical conditions that they suffer from. നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന സീനിയേഴ്സിനും നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസിനും ആ റിസ്ക് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. അവരെ അധികം ഹഗ് ചെയ്യാനോ കിസ് ചെയ്യാനോ പോയരുത്. നമ്മുടെ കൊച്ചു പിള്ളേർ പ്രത്യേകിച്ച് അവരൊക്കെ പുറത്തു പോയി കളിച്ച് വന്ന് അവർ ശരിക്കും കൈയൊക്കെ കഴുകിയിട്ടേ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് വരാൻ പാടുള്ളൂ. അതുമല്ല അധികം ഫിസിക്കൽ കോണ്ടാക്ട് വരാതിരിക്കുന്നതാ അവർക്ക് വേണ്ടിയിട്ട് നല്ലത്. അപ്പം ആക്ച്വലി ഏറ്റവും കൂടുതൽ വൾണറബിൾ പോപ്പുലേഷൻ നമ്മുടെ സീനിയേഴ്സ് തന്നെയാ. കൂടുതലും അബവ് 80 years old നമ്മുടെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത നമ്മുടെ പോപ്പുലേഷൻ ഹു ഹാവ് ഡൈഡ്. പിന്നെ നമ്മൾ കാണുന്നത് അതർ ദാൻ ദി ക്രോണിക് ഡിസീസസ്, ഡോക്ടർ അർച്ചന ഓൾറെഡി പറഞ്ഞു, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ആസ്മ, COPD, ക്യാൻസർ പേഷ്യൻസ്, ഇവരെല്ലാവരും കൂടുതൽ അറ്റ് റിസ്കാ. അവർക്ക് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇമ്മ്യൂണോതെറപ്പി, ഇമ്മ്യൂണോ സപ്രസന്റ് മെഡിക്കേഷൻസ് എടുക്കുന്നവര്, ഇപ്പൊ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, അവരൊക്കെ മെഡിസിൻസ് എടുക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള സ്പെഷ്യലൈസ്ഡ് ഉള്ള മെഡിസിൻസ് എടുക്കുന്നവര് തീർച്ചയായിട്ടും അവരുടെ സ്പെഷ്യലിസ്റ്റിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഡോക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്ത് എന്തൊക്കെയാ പ്രിക്കോഷൻസ് എടുക്കേണ്ടെന്ന് അവര് കോൺസ്റ്റന്റ്ലി ഇൻ ടച്ച് വേണം അവരുടെ ഡോക്ടേഴ്സിനായിട്ട്. പിന്നെ നമ്മുടെ പ്രഗ്നന്റ് വിമൻ, കൂടുതൽ ഡേറ്റ അതിനെ പറ്റി ഇല്ല. എന്നാലും നമുക്കറിയാം പൊതുവെ പ്രഗ്നന്റ് വിമൻ എല്ലാ ഡിസീസസിനും വേണ്ടിയിട്ട് കുറച്ചുകൂടെ റിസ്ക് ഉണ്ട്. അവർക്ക് ഏത് ഡിസീസ് അല്ലെങ്കിൽ ഇപ്പൊ ഇൻഫ്ലുവൻസ വന്നാൽ പോലും അവർക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു പൊതുവെ പ്രഗ്നൻസിയിൽ നമ്മൾ കുറച്ചുകൂടെ കെയർ എടുക്കണം. ഒരു ഇൻഫെക്ഷനും വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ കെയർ എടുക്കണം. വളരെ കുറച്ച് ബേബീസിനും വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഡോക്ടർ ജോസഫ് അതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ നമ്മുടെ അറ്റ് റിസ്ക് പോപ്പുലേഷൻ നോക്കിയാൽ അഫ്കോഴ്സ് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇസ് എ ബിഗ് വൺ. പിന്നെ ഓൾ ദ പീപ്പിൾ ഹു ആർ ഇൻ ദി എസെൻഷ്യൽ സർവീസസ്. അപ്പൊ അങ്ങനത്തെ ഫാമിലീസ്, ഇപ്പൊ ഹെൽത്ത് കെയർ ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ സൂക്ഷിക്കുക. ബിക്കോസ് നമ്മൾ കൂടുതലും കോൺടാക്ട് ഉണ്ട് പേഷ്യൻസ് ആയിട്ട് ഹു മേ ബി ഹാവിങ് കോവിഡ്. അപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ എല്ലാ സ്റ്റാഫും കുറച്ചുകൂടെ വൾണറബിളാ. ദേ ഷുഡ് ബി കെയർഫുൾ. ആൻഡ് അവരുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ, അവരുടെ പേരൻസ് ആയാലും ഹസ്ബൻഡും പിള്ളേരും ആയാലും അവരും കുറച്ചുകൂടെ അറ്റ് റിസ്ക്. താങ്ക് യു എബ്രഹാം. താങ്ക്സ് ടു ഡോക്ടർ മിനി. അടുത്ത ചോദ്യം ഡോക്ടർ അരവിന്ദിനോടാണ്. ക്വസ്റ്റ്യൻ ഇച്ചിരി നീണ്ടതാണ്. വാട്ട് ആർ സം സ്ട്രഗിൾസ് ഓർ ട്രബിൾസ് ഫോർ someone who contracted COVID-19? Does it affect regular medications? Does it occur again for a patient who had contracted COVID-19 before? Again, ഈ അവസരത്തിന് നന്ദിയുണ്ട്.
I'll try to answer that question. അപ്പോൾ ഈ COVID-19 കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് അതിന്റെ സിംറ്റംസ് ആണ്. അപ്പൊ അത് ഡോക്ടർ ആഷിനെ വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു. സോ തിങ്കിങ് അബൌട്ട് പനി, ചുമ, പൊതുവെ ഒരു വല്ലായ്മ, പിന്നെ ചിലവർക്ക് വയറ്റിളക്കം, അങ്ങനെ വോമിറ്റിംഗ് അങ്ങനെയൊക്കെ വരാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്നത് ന്യൂസിലൊക്കെ. അത് തന്നെ നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ വേറെ ചില വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോ വായിക്കുന്നുണ്ട് ഒരു മെഡിക്കൽ ജേർണൽസിലും പിന്നെ നമ്മുടെ സ്വന്തം പ്രാക്ടീസിലും നമ്മൾ കാണുന്നുണ്ട്. ഒരെണ്ണം എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈ സെൻസ് ഓഫ് സ്മെൽ, അപ്പൊ മണം കിട്ടാതിരിക്കാൻ പറ്റും. ഒരു ഈവൻ എന്താണ് മൂക്കിൽ വലിയ ബ്ലോക്കേജോ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് തന്നെ വളരെ പുതിയതായിട്ട് അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും. അവർക്ക് ഈ കോഫിയുടെ മണം അല്ലെങ്കിൽ പീനട്ട് ബട്ടറിന്റെ മണം, അങ്ങനെ ഓരോ സിമ്പിൾ കാര്യങ്ങളുടെ മണം പോലും അറിയാൻ പറ്റാണ്ട് they might notice. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ക്ലൂ ആണ്. ആൾക്കാർക്ക് ചിലപ്പോൾ ഈ കോവിഡ് കിട്ടാൻ പോവാണ് എന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്ലൂ ആണ്. അപ്പൊ അഥവാ നിങ്ങൾ അത് നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ചിലപ്പോൾ ഇതിന്റെ സിംറ്റംസ് വരാൻ സാധ്യത കൂടുതലായിരിക്കും. ആൻഡ് നേരത്തെ തന്നെ നമുക്ക് ഒരു പ്രിക്കോഷൻ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാം. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം നമ്മൾ ഈ പെർട്ടിക്കുലർ സിംറ്റത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. പിന്നെ വേറെ ഒരു കാര്യം ഡോക്ടർ അർച്ചൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. അതാണ് ഈ കോവിഡ് കൊണ്ട് തന്നെ വരാൻ പറ്റുന്ന വേറെ രോഗങ്ങൾ. എന്ന് വെച്ചാല് ആൾക്ക് ഒരു രോഗിക്ക് ആദ്യം ഈ കോവിഡ് കിട്ടുന്നു, പക്ഷെ അതുകൊണ്ട് വേറെ ചില കോംപ്ലിക്കേഷൻസ് മാതിരി വേറെ രോഗങ്ങൾ വരുന്നു. അതിലത്തെ ഒരു 2-3 രോഗങ്ങളുണ്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒരെണ്ണം സ്ട്രോക്ക് ആണ്. ഡോക്ടർ അർച്ചൻ ഓൾറെഡി പറഞ്ഞു ഏകദേശം ഒരു 5% ആൾക്കാർക്കെങ്കിലും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ലുക്കിംഗ് അറ്റ് ദി റിപ്പോർട്ട്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ്, സ്ട്രോക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് ഈ കോവിഡ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ കോവിഡ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലായ്മ തോന്നും. പക്ഷെ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ചില സയൻസ് എന്താന്ന് വെച്ചാൽ ഒരു സൈഡില് വീക്ക്നെസ് കൂടുതലായിട്ട് വരാൻ പറ്റും. അപ്പൊ മുഖം അനങ്ങാൻ ബുദ്ധിമുട്ട്, ചിരിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ കൈ ഉയർത്താൻ ബുദ്ധിമുട്ട്, കാലുയർത്താൻ ബുദ്ധിമുട്ട്, പിന്നെ ഓരോ ഫീലിംഗ് നഷ്ടപ്പെടാൻ, നംനെസ് മാതിരി വരാൻ ഒരു വശത്ത്, സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരിക. ഇതൊക്കെയാണ് വളരെ പ്രധാനമായിട്ടുള്ള സിംറ്റംസ് സ്ട്രോക്കിന്റെ. ഇത് വല്ലതും നമുക്ക് വളരെ സഡൻ ആയിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കാലഘട്ടങ്ങളിലും നമ്മൾ ആലോചിക്കണം, ഇത് സ്ട്രോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ 911 വിളിക്കുക, ആശുപത്രിയിൽ പോവുക. ഡോക്ടർ അർച്ചൻ ഓൾറെഡി പറഞ്ഞു ഒരു പ്രശ്നം നമ്മൾ ഈ സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിന് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ വരുമ്പോൾ അവർക്ക് ഇത്തിരി പേടിയുണ്ട് ആശുപത്രിയിൽ വരാൻ. കാരണം എല്ലാവർക്കും ഒരു നാച്ചുറൽ ആയിട്ടൊരു പേടി ഉണ്ടാവും. ഈ കാലത്ത് ആശുപത്രിയിൽ പോയാൽ കുറെ പേരുണ്ടായിരിക്കും, ആശുപത്രിയിൽ പോയാൽ കോവിഡ് കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനത്തെ വളരെ നാച്ചുറലാണ് അങ്ങനത്തെ പേടി വരുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഓരോ സിംറ്റംസ് വളരെ സഡൻ ആയിട്ട് വരികയാണെങ്കിൽ, സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ തന്നെ ചെന്നെത്തുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. So that is one thing. Stroke is one problem that can happen. രണ്ടാമതായിട്ടുള്ള ഒരു പ്രോബ്ലം അഗെയിൻ ഡോക്ടർ അർച്ചന ഇത് മെൻഷൻ ചെയ്തിരുന്നു. ഏതാണ് വേറെ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ കുഴപ്പങ്ങൾ. അപ്പൊ ഈ കോവിഡ് ഒരു പ്രത്യേക രീതികളിൽ നമ്മുടെ ബ്ലഡിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യാൻ തന്നെ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് വല്ല ഇഞ്ചുറി വലുതും വന്നാൽ ഇത്രയും കൂടെ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണ്ടാത്ത സമയത്ത് ബ്ലഡിന് ക്ലോട്ട്സ് ഫോം ചെയ്യാനും പറ്റും. ഇത് ചിലപ്പോൾ കാലിൽ ക്ലോട്ടായിട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ കൈകളിൽ വരാൻ പറ്റും. ഇങ്ങനത്തെ വേറെ ലൊക്കേഷൻസിലും വരാൻ പറ്റും. അപ്പൊ ബ്രെയിനും ഹാർട്ടും കൂടാതെ കയ്യിലും കാലിലും വരാൻ പറ്റും ഇങ്ങനത്തെ ബ്ലഡ് ക്ലോട്ട്സ്. പിന്നെ ചിലപ്പോൾ ചെസ്റ്റിലും വരാൻ പറ്റും, ലങ്സിലും ഇങ്ങനത്തെ ബ്ലഡ് ക്ലോട്ട് വരുവാണെങ്കിൽ ഒരു കാര്യം വരാൻ പറ്റുന്നത് വളരെ പെട്ടെന്ന് ശ്വാസം എടുക്കാനോ ബ്രീത് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ട് വരാൻ പറ്റും. പൾമണറി എംബോളിസം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. പക്ഷെ ഇതിന്റെ സിംറ്റമായിട്ട് വരുന്നത് വളരെ പെട്ടെന്ന് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വല്ലതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അഗെയിൻ വളരെ പെട്ടെന്ന് നമ്മൾ 911 വിളിക്കുക, ആശുപത്രിയിൽ പോവുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സമയത്തിന് ഇതൊക്കെ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഭേദമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആശുപത്രിയിൽ പോകണമെന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ
വേറൊരു പോയിന്റും ഒന്ന് മെൻഷൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ കോവിഡ് ആയിട്ട് തുടങ്ങുന്ന രോഗം ചിലപ്പോൾ വേറെ രോഗങ്ങളായിട്ട് മാറാൻ പറ്റും, വേറെ ഇൻഫെക്ഷസ് രോഗങ്ങളായിട്ട് മാറാൻ പറ്റും. ഇത് അഗൈൻ ഡോക്ടർ അർച്ചന വളരെ വിശദമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ കോവിഡ് ആയിട്ട് ചിലപ്പോൾ തുടങ്ങുന്നത് വളരെ ഒരു മൈൽഡ് ഇൻഫെക്ഷൻ ആയിരിക്കും. പക്ഷെ ഓൾറെഡി അതുകൊണ്ട് നമ്മുടെ ബോഡിയും സിസ്റ്റമും ഇത്തിരി വീക്ക് ആയിരിക്കും. അതിന്റെ മീത് നമുക്ക് വേറൊരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ന്യൂമോണിയ അങ്ങനെയൊക്കെ പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കോവിഡിന് വേണ്ടി വീട്ടിലിരുന്ന് എല്ലാ കാര്യങ്ങളും കാമായിട്ട് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് പിന്നെ വേറൊരു ഇൻഫെക്ഷൻ കിട്ടാനും ഒരു സാധ്യതയുണ്ട്. ജസ്റ്റ് നീഡ് ടു വാച്ച് ഔട്ട് ഫോർ ദാറ്റ്. പിന്നെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദാറ്റ് വാസ് അബൌട്ട് കോവിഡ് ആൻഡ് അതർ മെഡിക്കേഷൻസ്. ഇനി നമ്മൾ എടുക്കുന്ന ബാക്കി മെഡിക്കേഷൻസ് ഓർ ഡ്രഗ്സ് ആയിട്ട് വല്ല ഇന്ററാക്ഷൻ ഉണ്ടോ? ഇത് ഒരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആ ഇൻഫെക്ഷൻ ആയിട്ട് തന്നെ നമ്മുടെ ബാക്കി ഡ്രഗ്സിനെ ഒന്നും ബാധിക്കില്ല ഫോർ ദ മോസ്റ്റ് പാർട്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ നമുക്കിപ്പോ അറിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ബ്ലഡിന്റെ ക്ലോട്ടിംഗ് കപ്പാസിറ്റി അത് ഇത്തിരി എഫക്ട് ചെയ്യും ഈ കോവിഡ് എന്ന് പറഞ്ഞ രോഗം. അപ്പോ പീപ്പിൾ ഹു ആർ ടേക്കിംഗ് സർട്ടൻ കൈൻഡ്സ് ഓഫ് മെഡിക്കേഷൻസ് ഫോർ ബ്ലഡ് തിന്നേഴ്സ് ആൻഡ് ദോസ് കൈൻഡ്സ് ഓഫ് തിങ്സ് ഇൻ തിയറി വല്ല ഇന്ററാക്ഷൻ സംഭവിക്കാം. പക്ഷെ അഗെയിൻ ഇത് ഡോക്ടർ അർച്ചന ഓൾറെഡി പറഞ്ഞതാണ്, വാട്ട് എവർ മെഡിക്കേഷൻസ് ആർ പ്രിസ്ക്രൈബ് ടു യു റൈറ്റ് നൗ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് ദം ജസ്റ്റ് ദ സെയിം. ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ ഈ മെഡിക്കേഷൻസ് തന്നെയൊക്കെ എടുക്കുക. പക്ഷെ ഇഫ് നമ്മള് വല്ല പുതിയതായിട്ട് വല്ല സൈഡ് എഫക്ട്സോ വല്ല പുതിയ സിംറ്റംസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സിംറ്റംസ് വല്ല നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ 811 എന്ന് പറഞ്ഞ നമ്പർ വിളിക്കുക. ആൻഡ് ആ ഒരു ഹെൽപ്പ് ലൈൻ വഴി നഴ്സുമാരടുത്ത് സംസാരിക്കാൻ പറ്റും ഈ പുതിയതായിട്ട് വന്ന സിംറ്റംസിനെ പറ്റി. അവരടുത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞുകൊള്ളുന്നത് നമ്മൾ എന്ത് മെഡിക്കേഷൻസ് ആണ് എടുക്കുന്നതെന്ന്. ആൻഡ് അതനുസരിച്ചിട്ട് ഈ നഴ്സുമാർക്ക് സിമ്പിൾ അഡ്വൈസും തരാൻ പറ്റും. വല്ലത് ഇത്രയും കൂടുതൽ കടുപ്പമുള്ള ചോദ്യമാണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ റെഫറും ചെയ്യാൻ പറ്റും ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി എമർജൻസിയിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അധികം ഐ വുഡ് സജസ്റ്റ് ദാറ്റ് അധികം വിഷമിക്കേണ്ട ഈ കോവിഡും മരുന്നിനും തമ്മിലുള്ള ഇന്ററാക്ഷനെ പറ്റി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. വേറെ ഡോക്ടർ അർച്ചന ഓൾറെഡി പറഞ്ഞിരുന്നു, കുറെ പേപ്പേഴ്സിലും വാട്സാപ്പിലും ഓൺലൈനും ഒക്കെ കുറെ ന്യൂസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഈ COVID-19 കുറച്ച് ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻസും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആയിട്ട് ഈ ACE ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ARBs എന്നൊക്കെ പറഞ്ഞ മരുന്ന്, എർബിസാർട്ടാൻ, കാൻഡസാർട്ടാൻ ഇങ്ങനത്തെ പേരൊക്കെയുള്ള മരുന്നുകൾ, റാമിപ്രിൽ അങ്ങനത്തെ പേരുകളുള്ള മരുന്നായിട്ടുള്ള ഒരു ഇന്ററാക്ഷനെ പറ്റി ഒരു വാർത്ത ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷെ നൗ വി നോ വെരി വെൽ ദാറ്റ് ഈ മരുന്നുകൾ കൊണ്ട് ഒരു പ്രശ്നമൊന്നും സംഭവിക്കില്ല ഈ കോവിഡ് ഉള്ള ആൾക്കാർക്ക്. സോ അഗൈൻ അൺലെസ് ദ ഡോക്ടർ ഇസ് സെയിങ് സംതിങ് എൽസ് ടു യു, ഈ മരുന്നുകൾ എടുക്കുന്ന പേഷ്യൻസ് ഷുഡ് കണ്ടിന്യൂ ടേക്കിംഗ് ദോസ് മെഡിക്കേഷൻസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദാറ്റ് വാസ് ഓൾറെഡി ഞാൻ മറന്നു മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന്. പക്ഷേ അത് ഡസ് ഇറ്റ് ഒക്കർ അഗെയിൻ ഫോർ എ പേഷ്യന്റ് ഹു ഹാഡ് കൺട്രാക്റ്റഡ് COVID-19? അപ്പൊ ഇത് ആക്ച്വലി കുറെ ആൾക്കാർ റിസർച്ച് ചെയ്യേണ്ട ഈ ചോദ്യം. കാരണം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ശരിക്കും അറിയില്ല ഒരാൾക്ക് കോവിഡ് കിട്ടിയാല് പിന്നെയും കിട്ടാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആക്ച്വലി നമുക്ക് ഈ സമയത്ത് അറിയില്ല. ചില സ്റ്റഡീസ് ഇപ്പൊ വന്നിട്ടുണ്ട് വിച്ച് സജസ്റ്റ് ദാറ്റ് ഒരു രീതിയിൽ ഒരു ഇമ്മ്യൂണിറ്റി കാണുമായിരിക്കും കോവിഡ് എന്നുള്ള രോഗം കിട്ടിയ പേഷ്യൻസിന്. കാരണം അവരുടെ രക്തത്തിൽ ഈ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ രോഗത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് നമ്മുടെ ബ്ലഡിൽ കാണുന്നുണ്ട് ഇവർ ഈ ചില സ്റ്റഡീസ് ചെയ്യുമ്പോൾ. പക്ഷെ ചില വേറെ ചില രോഗങ്ങൾക്ക് ഇങ്ങനത്തെ ആന്റിബോഡി കിട്ടിയിട്ടും കാര്യമില്ല, പിന്നെയും ആ രോഗം കിട്ടാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരു വളരെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈവൻ ഇഫ് യു ഹാവ് ഹാഡ് COVID-19 ബിഫോർ, ഈ നമ്മളെ ഈ ഇക്കോണമി ഒക്കെ പതുക്കെ റീഓപ്പൺ ഒക്കെ ചെയ്യുമ്പോൾ അഗെയിൻ സെയിം amount ഓഫ് കോഷൻ, സെയിം amount ഓഫ് പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ബുദ്ധി. ഞാൻ കുറെ നേരത്തേക്ക് സംസാരിച്ചു, ബട്ട് ഹോപ്പ്ഫുള്ളി ചോദ്യങ്ങളൊക്കെ ഒരുവിധം ആൻസർ ചെയ്യാൻ പറ്റും. താങ്ക് യു. താങ്ക്സ് ടു ഡോക്ടർ അരവിന്ദ്. അടുത്തത് നമ്മള് കൂടുതലും എല്ലാവരും മുതിർന്നവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ആൽബർട്ടയിലെ സ്കൂളുകളൊക്കെ നേരത്തെ അടച്ചു. എന്നിരുന്നാലും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു കൺസേൺ ഉണ്ടാവും. അപ്പം അടുത്ത ചോദ്യം ഡോക്ടർ ജോസഫിനോടാണ്. ഈസ് കൊറോണ വൈറസ് ഡേഞ്ചറസ് ടു കിഡ്സ് ആൻഡ് as weather gets better, can kids get together with friends?
നന്ദി എബ്രഹാം. ആദ്യമായി MCAC-യോടും എബ്രഹാം ഐസക്കിനോടും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഈ Q&A സെഷൻ എനിക്ക് പങ്കെടുക്കാൻ അവസരം തന്നതിൽ സന്തോഷമുണ്ട്. കുട്ടികളുടെ കാര്യത്തിനെ പറ്റി നമുക്ക് അധികം വിഷമിക്കേണ്ട. കാരണം കുട്ടികളുടെ ലക്ഷണങ്ങൾ സാധാരണമായ വളരെ മൈൽഡ് ആയിട്ടിരിക്കും. കുട്ടികൾക്ക് ഈ COVID-19 പറഞ്ഞ രോഗം വന്നാൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയില്ല. പക്ഷെ പല കുട്ടികൾക്ക് വേറെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് റിസ്ക് കൂടുതലായിരിക്കും. അതായത് ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് ആൻഡ് ലങ് പ്രോബ്ലംസ്. ഇപ്പോൾ നോക്കിയാൽ കാനഡയിൽ ഏകദേശം 88,000-ൽ കൂടുതൽ കോവിഡ് കേസസ് ഉണ്ട്. അതിൽ ഏകദേശം 6% കുട്ടികളാണ്. ഈ വരുന്ന സമ്മർ മാസങ്ങളിൽ കുട്ടികൾക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. ഈ COVID-19 രോഗം കുട്ടികൾക്ക് ഒരു വലിയ വിഷയമല്ല. ഒരു പക്ഷേ ഒരു മാസം മുമ്പേ ഏപ്രിൽ 27 ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലണ്ടൻ, ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നു. ആ റിപ്പോർട്ടിൽ ഒരു പുതിയ തരം അസുഖം കുട്ടികൾക്ക് കാണപ്പെടുന്നു. കവാസാക്കി ഡിസീസിന്റെ ലക്ഷണമുള്ള കോവിഡ് രോഗം കാണപ്പെടുന്നു. കവാസാക്കി ഡിസീസ് എന്ന രോഗം നമ്മൾ സാധാരണ കുട്ടികളിൽ കാണുന്ന രോഗമാണ്. അതിൽ പനിയാണ് പ്രധാന ലക്ഷണം. അതുകൂടാതെ വേറെ 5 ലക്ഷണങ്ങൾ കൂടിയുണ്ട്. 1, ചുവപ്പ് കണ്ണ്. 2, വായൽ മാറ്റങ്ങൾ. അത് വായൽ ചുവപ്പ് നിറം, പിന്നെ ചുണ്ടും നാക്കിലും നീര് കാണും, ചുവപ്പ് നിറം കാണും. സ്ട്രോബെറി ടങ് എന്ന് പറയും. 3, കയ്യിലും കാലിലും ചുവപ്പ് നിറം, പിന്നെ നീര്. 4, കഴുത്തില് ലിംഫ് നോഡ് വലിയതാവും. 5, ശരീരത്ത് റാഷസ്. Now, usually we see this illness in young children, ages 3 to 6 years old. But in this new report associated with COVID, older children are the ones being affected between the ages of 6 and 15 years. And it typically happens sometime after the child has COVID infection, estimated to be about 4 to 5 weeks later. Many of the initial infections have no symptoms to very mild symptoms, so parents and kids won't know that their child has even had COVID. Occasionally, these kids can have severe illness. വേറെ ചില ലക്ഷണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വയറുവേദന, ഛർദി, വയറിളക്കം, തലവേദന, ക്ഷീണം. ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ഈ കവാസാക്കി ലക്ഷണങ്ങളോട് കൂടി കോവിഡ് ഡിസീസ് കാണാറുണ്ട്. USA-ലും യൂറോപ്പിലും കാനഡയിലും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കണം. It is quite rare, but we may even see some cases here in Alberta. പക്ഷെ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിക്ക കുട്ടികൾക്കും ഇതൊരു വളരെ മൈൽഡ് ഇൽനെസ് ആണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിനെ പറ്റി നമുക്ക് അധികം വിഷമിക്കണ്ട. ഓക്കെ, താങ്ക് യു ഡോക്ടർ ജോസഫ്. അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ മാളവികയോടാണ്. നേരത്തെ സൂചിപ്പിച്ചോളൂ, ഇപ്പൊ ഇടയ്ക്ക് കുറച്ച് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പറയായിരുന്നു, നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം തന്നെ വ്യത്യസ്ത ഫീൽഡുകളിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ്. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ അവരോട് ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഇതൊരു പ്രീ ഡിറ്റർമിനഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ മാളവിക, വാട്ട് ഈസ് ഐസൊലേഷൻ ആൻഡ് ഹൂ നീഡ്സ് ടു ബി ഐസൊലേറ്റഡ്? How it differs from social distancing? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ MCAC-യോടും ഡോക്ടർ ജോസഫിനോടും ഒരുപാട് നന്ദി പറയുന്നു ഈ ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഈ ഐസൊലേഷൻ ആദ്യം പറയുമ്പോൾ എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഐസൊലേഷൻ, ക്വാറന്റീൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇത് 3 കുറച്ച് വ്യത്യാസമുള്ള 3 വാക്കുകളാണ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ കോവിഡ് സിംറ്റംസ്, അത് ഡോക്ടർ അർച്ചന പറഞ്ഞു, കുറെ കോവിഡ് സിംറ്റംസ് ഉണ്ട്, അതുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് ലാബ് ടെസ്റ്റ് കോവിഡ് പോസിറ്റീവ് ആയിട്ട് വന്നു, അങ്ങനെയുള്ളവരാണ് ഐസൊലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഐസൊലേഷൻ ഗൈഡ് ലൈൻസ് നമ്മൾ പേഷ്യൻസിനോട് യൂഷ്വലി വിളിക്കുമ്പോൾ പറയാറുള്ളത്, കഴിയുന്നതും വേറൊരു റൂമിൽ ഇരിക്കുക, വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, വീട്ടിൽ ഉള്ളവരിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ചില വീടുകളിലൊക്കെ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർ
വേറെ സെപ്പറേറ്റ് റൂമിൽ ഇരിക്കുക, സെപ്പറേറ്റ് യൂട്ടൻസിൽസ്, കട്ട്ലറി, കഴിയുവാണെങ്കിൽ സെപ്പറേറ്റ് ബാത്റൂം ഉപയോഗിക്കുക. അതും ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ നമ്മൾ ബാത്റൂം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കുക അടുത്ത ആൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ ഫുഡിന്റെ കാര്യമാണെങ്കിൽ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ ആ ഫുഡ് റൂമിന്റെ വെളിയിൽ കൊണ്ട് കൊടുക്കുക അവർക്ക്. പിന്നെ പുറത്തിറങ്ങാനേ പാടില്ല. കൂടിപ്പോയ ബാക്ക് യാർഡിലോട്ട് ഇറങ്ങാം. അപ്പൊ നമ്മളിപ്പോ പേഷ്യൻസിന്റെ അടുത്ത് വിളിച്ച് ഹാവ് യു ബീൻ ഐസൊലേറ്റിംഗ് എന്ന് ചോദിക്കുമ്പോ അവർ പറയും യാ ഐ ഹവ് ബീൻ ഡൂയിങ് സോ. അപ്പം നമ്മൾ ചോദിക്കും അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാ? യാ ഐ ജസ്റ്റ് വെന്റ് ടു ദ ഗ്രോസറി സ്റ്റോർ യെസ്റ്റർഡേ. അതല്ല ഐസൊലേഷൻ. അപ്പം ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ ഇരിക്കുക. യു ആർ അറ്റ് റിസ്ക് ഓഫ് സ്പ്രെഡിങ് ദ ഡിസീസ്. സോ യു ബീൻ കൺഫേം പോസിറ്റീവ് or you have the signs and symptoms of COVID, so please do remain indoors. പിന്നെ ക്വാറന്റീൻ എന്ന് പറഞ്ഞാൽ നമ്മള് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ കോവിഡിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസും ഉള്ള ഒരു പേഷ്യന്റിന്റെ അടുത്ത് നമുക്ക് എക്സ്പോഷർ ഉണ്ടായി. അപ്പൊ നമ്മള് വി ആർ അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് ദ ഡിസീസ് ഓർ സ്പ്രെഡിങ് ദ ഡിസീസ്. അങ്ങനെയുള്ളവർ ക്വാറന്റീൻ ആണ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഹാൻഡ് വാഷിംഗ്, മുഖം അധികം തൊടാതെ നോക്കുക, ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് ക്വാറന്റീൻ ചെയ്യുക. പിന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ സിംറ്റംസ് തുടങ്ങി 10 ദിവസം വരെയാണ് ഐസൊലേറ്റ് ചെയ്യാൻ പറയുന്നത്. 10 ദിവസം കഴിഞ്ഞും നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് പോകുന്നത് വരെ ഐസൊലേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന്. 2 meters അല്ലെങ്കിൽ 6 feet ഡിസ്റ്റൻസ് എല്ലാവരിൽ നിന്നും മെയിൻറ്റെയിൻ ചെയ്യുക. ഗ്രോസറി സ്റ്റോർ, ഫാർമസിയിലൊക്കെ പോകുമ്പോ ഇപ്പം സൂപ്പർ സ്റ്റോറിലൊക്കെ ആരോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദി ആർ മെയിൻറ്റെയിനിങ് ഡിസ്റ്റൻസ്. അപ്പം അതൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. അതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. പക്ഷെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രം കൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഹാൻഡ് വാഷ് ചെയ്യുക. ട്രൈ നോട്ട് ടു ടച്ച് യുവർ ഫേസ്. അത് നമ്മള് കുറെ പ്രാവശ്യം ചെയ്യും നമ്മൾ അറിയാതെ തന്നെ. അത് സൂക്ഷിക്കുക. മൂക്കും വായും അധികം തൊടാതെ നോക്കുക. അതാണ് മെയിൻ ആയിട്ട് ഉള്ള കാര്യം. താങ്ക് യു. താങ്ക്സ് ടു ഡോക്ടർ മാളവിക. അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ അർച്ചനയോടാണ്. ഇപ്പൊ എന്റെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടാണ്. കോവിഡ് മീൻസ് ചുമ വന്നപ്പം ഇതുപോലെ ഡോക്ടറിനെ വിളിച്ചു, എന്റെ ഫാമിലി ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ അപ്പൊ എന്നോട് പറഞ്ഞു കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു ഐ ഡു ഇഫ് ഐ ഹാവ് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഓർ വാട്ട് പ്രിക്കോഷൻസ് ഐ നീഡ് ടു ടേക്ക് ഇഫ് ഐ am asked to self-isolate until tested or awaiting results for COVID-19? ഓക്കെ, ഇതിലെ കുറച്ച് സംഭവങ്ങൾ ഡോക്ടർ മാളവിക ഇപ്പൊ പറഞ്ഞ മാതിരി ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ആദ്യം സെൽഫ് ഐസൊലേറ്റ് ചെയ്യുക. സെൽഫ് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, പുള്ളിക്ക് ഒരു 10 ദിവസം കോൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇൻ കേസ് എങ്ങാനും കോവിഡ് പിടിച്ച ബേസ്മെന്റിൽ ഒരു റൂം, ഒരു ബാത്റൂം, അത്യാവശ്യമുള്ള സാധനങ്ങൾ, നോൺ പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങി വെക്കുക. പിന്നെ സാനിറ്റൈസർ, സോപ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ, തോർത്ത, അങ്ങനത്തെ പരിപാടീസ്. പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മളൊരു ഡെസിഗ്നേറ്റഡ് റൂമും വാഷ്റൂമും വയ്ക്കുന്നത് നല്ലതാണ്. മാളവിക പറഞ്ഞ മാതിരി എല്ലാവർക്കും ചിലപ്പോൾ എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റൂം ഉണ്ടായിന്ന് വരില്ല എല്ലാവർക്കും, പക്ഷെ നമുക്ക് ആകാവുന്ന രീതിയിൽ. അതൊന്ന്. രണ്ടാമത് ഫുഡ് കൊണ്ടുവരുമ്പോ പറഞ്ഞ മാതിരി പുറത്ത് റൂമിന്റെ പുറത്ത് പറ്റുകയാണെങ്കിൽ വയ്ക്കണം നല്ലതാണ്. പോസിറ്റീവ് അല്ലെങ്കിൽ അതിന് മുമ്പേ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പ്ലേറ്റ്, ഗ്ലാസ് മുതലായവ ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് ഫ്ലഷ് ചെയ്യുക. അത് പിന്നെ ക്ലീൻ ചെയ്യുന്ന എല്ലാ നമ്മൾ കോമൺ ആയിട്ട് ടച്ച് ചെയ്യുന്ന ഡോർ നോബ്, കിച്ചൺ കൗണ്ടർ, അങ്ങനത്തെ ഒക്കെ ഉള്ളത് സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് 70% ആൽക്കഹോളോ അല്ലെങ്കിൽ 5% ബ്ലീച്ചോ, ഏതെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ ഹൗസ് ഹോൾഡ് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ ഈ വൈറസിനെ നശിപ്പിക്കും. അത് വെച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ ആലോചിക്കുന്ന എപ്പോഴും നമ്മുടെ ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലി ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിറ്റി ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ലെവലിൽ ഓൾറെഡി ഡോക്ടർ മാളവിക പറഞ്ഞു,
വീട്ടിനകത്ത് തന്നെയാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നും, പ്രത്യേകിച്ചും വയസ്സായ അമ്മയും അച്ഛനോ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ അപ്പൂപ്പന്മാരോ അങ്ങനെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള നമ്മൾ എപ്പോഴും ആ 2 മീറ്റർ ദൂരം പാലിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾക്കും ഇങ്ങനെ ഒരു എക്സാമ്പിൾ അടുത്ത് ഉണ്ടായി. ഒരു ഡോക്ടർ കപ്പിളാണ്. വൈഫ് എടുത്ത പോസിറ്റീവ് ആയിരുന്നു, പേഷ്യന്റിന്റെ സ്വാബ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ വൈഫിന് വന്നില്ല. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡിന് വന്നു. പക്ഷെ പുള്ളി പിന്നെ ഹോസ്പിറ്റലിൽ പോയി വല്ലയിടത്ത് കിട്ടിയതാണോ എന്ന് അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പേരൻസ് വീട്ടിലുണ്ട്, 2 അമ്മമാരും വീട്ടിലുണ്ട്, 2 65 വയസ്സിന്റെ മീതെയാണ്. അങ്ങനെ ആകുമ്പോൾ അവരെപ്പോഴും അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോഴും നമ്മൾ 2 മീറ്ററിന്റെ കൂടുതൽ ദൂരത്തിൽ തന്നെ ഇന്ററാക്ട് ചെയ്യുക, എസ്പെഷ്യലി ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട്. പിന്നെ ഫുഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അതൊരു കോണ്ടാക്ട് ലിസ്റ്റ് വെക്കുന്നത് നല്ലതാണ്. ഞങ്ങളും ബിജുവേട്ടന്റെ കോളിന്റെ സമയത്ത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അറ്റ്ലീസ്റ്റ് 1-2 പേരുടെ അടുത്ത് നേരത്തെ പറഞ്ഞു വയ്ക്കുക. ഇൻ കേസ് നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായി പോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനം വാങ്ങാൻ either ഓൺലൈൻ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു ക്ലോസ് ഫ്രണ്ടിനോട് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ. പിന്നെ മരുന്നുകളുടെ സപ്ലൈ, എബ്രാന്റെ ആവശ്യമില്ല, പക്ഷെ വയസ്സായ ആൾക്കാർക്ക് കുറച്ചുകൂടെ നമ്മളുടെ മരുന്നുകളുടെ സപ്ലൈ 2 ആഴ്ച നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ മരുന്ന് നേരത്തെ പ്രത്യേകിച്ചും വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മൾ ജനറൽ ആയിട്ടും ചെയ്യുന്നത്. പിന്നെ പുറത്ത് സെൽഫ് ഐസൊലേഷൻ ആണെങ്കിൽ ഓബിയസ്ലി പുറത്തിറങ്ങാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് കൺഫേംഡ് ആണോ അല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ മാളവിക പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റോറിലൊന്നും പോകാൻ പാടില്ല, വീട്ടിനകത്ത് തന്നെ ഇരിക്കണം. ഇത്രയും തന്നെ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക്സ് ഡോക്ടർ അർച്ചന. എനിവേ എന്റെ റിസൾട്ട് 3 ദിവസത്തിനുള്ളിൽ വന്നത് നെഗറ്റീവ് ആയിരുന്നു. എന്നിരുന്നാലും ഈ ചെറിയ പനിയോ ചുമയോ ഒക്കെ ഉള്ളപ്പം നമ്മുടെ ഡോക്ടേഴ്സിനെ വിളിച്ച് അവര് റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് കാൽഗരിയില് ആർക്കും COVID-19 ടെസ്റ്റിംഗ് പോസിബിൾ ആണ്. അപ്പൊ അടുത്ത ചോദ്യം ഡോക്ടർ മിനി ജോർജിനോടാണ്. വിൽ ഡോക്ടേഴ്സ് ഓഫീസസ് ബി ഓപ്പൺ ഫോർ റെഗുലർ വിസിറ്റ്സ് അഗെയിൻ? And if I have symptoms of COVID, how do I know when to see the doctor or visit the hospital? Thanks, Mr. Abraham. Doctors' offices ippulum thornirikkiya, so that is important to know. All your doctors' offices will be open. മിക്കവാറും നമ്മൾ ഫോൺ കൺസൾട്ടേഷൻസ് അല്ലെങ്കിൽ വീഡിയോ കൺസൾട്ടേഷൻസ് ആ ചെയ്യുന്നത്. പക്ഷെ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് റിസോഴ്സ് for other things, not for COVID, but for other things. Definitely, we should be in touch with our family doctor. You can make an appointment, and your doctor will call you at a particular time that is already set. And എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഡയബറ്റീസ് പറ്റിയോ അല്ലെങ്കിൽ ഹൈപ്പർ ബ്ലഡ് പ്രഷർ പറ്റിയോ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ആ കൺസൾട്ടേഷൻ നമുക്ക് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് നിശ്ചയിക്കും നിങ്ങളെ എക്സാമിൻ ചെയ്യണമെങ്കിൽ അവർ ആ ഫുൾ പ്രിക്കോഷൻ എടുത്തിട്ട് നമ്മളെ ക്ലിനിക്കിൽ വിളിക്കും. ഞങ്ങൾ അങ്ങനെയാ ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ലിനിക്കിൽ ഫുള്ളി ഓപ്പൺ എപ്പോഴാ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റത്തില്ല. ഓരോ സ്റ്റേജ് വഴി തുറക്കുന്നുണ്ട്. അപ്പം എല്ലാ പേഷ്യൻസിനെയും നമുക്ക് ക്ലിനിക്കിൽ ചെയ്യാൻ ഇപ്പം പ്രയാസമായിരിക്കും, ബിക്കോസ് അത്രയും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് നമുക്ക് വേണം. ഓരോ പേഷ്യന്റിനെയും കണ്ടിട്ട് അത് മാറ്റാനായിട്ടുള്ള ഇപ്പം അതിന്റെ സാധ്യതയില്ല, അത്രയും നമുക്ക് സപ്ലൈസ് ഇല്ല. പക്ഷെ നമുക്കിപ്പം എക്സാമിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ പേഷ്യൻസിനെയും ആ ഒരു പ്രത്യേക സമയത്ത് വിളിച്ചിട്ട് എക്സാമിൻ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഇപ്പം മേ ബി ഐ കോൾ പീപ്പിൾ അബൌട്ട് 20-25-30 people ഐ കോൾ ആൻഡ് ഡു ഫോൺ കൺസൾട്ടേഷൻസ്. പക്ഷെ മേ ബി ഓൺലി 1 or 2 പേഷ്യൻസ് ഞാൻ ഇൻ ക്ലിനിക്ക് കാണാറുള്ളൂ. ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ തിങ്സ് പാൻ ഔട്ട് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് once things start opening up. പക്ഷെ ഫോണിൽ കൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം കോവിഡിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടർ അർച്ചനയും പറഞ്ഞു, മാൽവികയും പറഞ്ഞു, നമ്മൾ ആദ്യം 811 വിളിക്കണം. പിന്നെ നമുക്ക് ആൽബർട്ട ഹെൽത്ത് സർവീസസിൽ ഓൺലൈൻ സ്ക്രീനിങ് ടൂൾസ് ഉണ്ട്. All those who are comfortable with doing online, please do the online screening. അവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് they'll give us a date and a time where to go for our testing. പിന്നെ കുറച്ചുകൂടെ സിംറ്റംസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഫ്ലൂ സിംറ്റംസ് ആണെങ്കിൽ 811 വിളിച്ചാൽ there are specialized clinics in the city in different quadrants where നമ്മളെ എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തുവാ ചെയ്യേണ്ടത്, നമുക്ക് ആന്റിബയോട്ടിക്സ് വേണോ, നമുക്ക് എന്താ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ആ ഡോക്ടേഴ്സ് അതിനുവേണ്ടി ഫുള്ളി പ്രൊട്ടക്റ്റീവ് കെയർ എടുത്തിട്ട് നമ്മളെ എക്സാമിൻ ചെയ്യും. പിന്നെ മുമ്പേ ആരോ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് സ്റ്റേ അറ്റ് ഹോം. 911 വിളിച്ച് നമ്മൾ എമർജൻസി പോകണം.
നമ്മുടെ കുറച്ച് 2 കേസസ് ഉണ്ടായിരുന്നു. റപ്ചേർഡ് അപ്പൻഡിക്സ് ആയി, വയറുവേദനയായി, വീട്ടിലിരുന്നു, ആരെയും കോൺടാക്ട് ചെയ്തില്ല, പിന്നെ ലേറ്റ് ആയിട്ട് റപ്ചർ അപ്പൻഡിക്സ് ആയിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മൾ കോവിഡിനെ പേടിച്ചിട്ട് വേറെ വല്ലതും കോംപ്ലിക്കേഷൻസ് ആവാതെ നമ്മൾ നോക്കണം. ചെസ്റ്റ് പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ സ്ട്രോക്ക് സിംറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിൻസ് ആണെങ്കിലും പ്ലീസ് ഗോ ടു എമർജൻസി. താങ്ക് യു എബ്രഹാം. താങ്ക്സ് ഡോക്ടർ മിനി. അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ അരവിന്ദിനോടാണ്. ഹൗ ഈസ് COVID-19 ട്രീറ്റഡ് റൈറ്റ് നൗ? ഈസ് ദർ എനി വാക്സിൻ? വിൽ എനി ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ഹെൽപ്പ് റിലീവ് ദ സിംറ്റംസ്? ആക്ച്വലി ഈ ഉത്തരത്തിന്റെ ആൻസർ വളരെ ഷോർട്ട് ആയിരിക്കും. കാരണം ഇവിടെ ഇതുവരെ ചികിത്സയൊന്നും വന്നിട്ടില്ല കോവിഡിന്. പക്ഷെ ഇപ്പൊ ആസ് ഓഫ് ദിസ് ടൈം വാക്സിൻ ഒന്നും ഇല്ല. പക്ഷെ 1-2 വളരെ ഇമ്പോർട്ടന്റ് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച്. എന്താണ് സ്റ്റേറ്റ്സിലെ ഒരു മരുന്ന് അവർ പരിശോധിച്ച് നോക്കുന്നത് റെംഡെസിവിർ എന്നാണ് അതിന്റെ പേര്. അതിന്റെ ചില പ്രോമിസിങ് പോസിറ്റീവ് ട്രയൽസ് വന്നിട്ടുണ്ട്. അത് ഇപ്പോ അവൈലബിൾ ഒന്നും അല്ല കാനഡയില്, ഇപ്പൊ അപ്രൂവ്ഡ് ഒന്നും അല്ല കോവിഡിന്. പക്ഷെ പെർഹാപ്സ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നമുക്ക് ഇത്രയും കൂടെ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും whether it works or not. അപ്പൊ that's one trial that's happening right now. പിന്നെ എന്താണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റും കുറെ ആൾക്കാരും കുറെ നാളത്തേക്ക് വേണ്ടി ഹൈഡ്രോക്സി ക്ലോറോക്വിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ആ മരുന്നിനെ പറ്റി കേട്ടിട്ടുണ്ട്. അത് ഓഫ്കോഴ്സ് ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് വളരെ നല്ല എവിഡൻസ് വേണം. അങ്ങനത്തെ എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടുത്തെ വേറെ ചില ഡോക്ടേഴ്സും ഒരു ട്രയൽ നടത്തുന്നുണ്ടായിരുന്നു, ഹൈഡ്രോക്സി ക്ലോറോക്വിന്റെ ഹോപ്പ് ട്രയൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി അൺഫോർച്ചുനേറ്റ്ലി ഒരു സാഡ് ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ആസ് ഓഫ് യെസ്റ്റർഡേ നമ്മൾ ആ ട്രയൽ നിർത്തി. കാരണം ഇപ്പോ ലോകത്തെ കുറെ ഭാഗങ്ങളിൽ നിന്ന് എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മരുന്ന് കൊണ്ട് ആക്ച്വലി ഹാം സംഭവിക്കാം, എസ്പെഷ്യലി ഹൃദയത്തിന് ഹാം സംഭവിക്കാം. ഈ ഹാർട്ട് റിതം വല്ലാണ്ട് ബാധിക്കാൻ പറ്റും അതിന്. അതുകൊണ്ട് ആൾക്കാർക്ക് മരിക്കാനും പറ്റും. അപ്പോ അറ്റ് ദ സെയിം ടൈം ഈ മരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു സിഗ്നൽ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കിട്ടുന്ന എവിഡൻസ് ഒക്കെ പറയുന്നത് ഇതെടുത്തിട്ട് ഒരു കാര്യമില്ല എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ആ ഒരു മരുന്ന് എടുത്ത് ട്രയൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര മോശമായിരിക്കും. നമ്മുടെ എന്താ പറയാ അൺഎത്തിക്കലായിരിക്കും. അപ്പോ അതുകൊണ്ട് നമുക്ക് ആ ട്രയൽ നിർത്തേണ്ടി വന്നില്ല. അപ്പോ വി ആർ നോ ലോnger studying hydroxychloroquine in Alberta for COVID. അപ്പൊ അതും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എനിക്കറിയാം നാട്ടിലും പിന്നെ വേറെ കുറെ രാജ്യങ്ങളിലും ഇൻഫാക്ട് ഇവൻ ഡോക്ടർമാര് എടുക്കുന്നുണ്ട് ഈ മരുന്ന്. കാരണം അത്രയുമായിരുന്നു ഈ മരുന്നിനെ പറ്റി ആൾക്കാർ പുകഴ്ത്തി സംസാരിച്ചത്. പക്ഷെ അവസാനം മെഡിസിനിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ബിലീഫ്സ് അനുസരിച്ചിട്ടല്ല, എവിഡൻസ് അനുസരിച്ചിട്ടാണ്. ആൻഡ് ഇപ്പോ എവിഡൻസ് പറയുന്നത് ഇതുകൊണ്ട് ഉപയോഗമില്ല എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും കോവിഡ് ഇല്ലെങ്കിൽ ഈ മരുന്ന് എടുത്തിട്ട് കാര്യമില്ല. കോവിഡ് ഉണ്ടെങ്കിലും വെറുതെ ഈ മരുന്ന് എടുക്കരുത്. കോവിഡ് ഉണ്ടായാല് ഡോക്ടറിന്റെ അടുത്ത് സംസാരിക്കുക, ആൻഡ് അതിനനുസരിച്ചിട്ട് മാനേജ്മെന്റ് കിട്ടാൻ പറ്റും. അപ്പോ ദാറ്റ് ബീങ് സെഡ്, ഒരു രോഗത്തിന് മരുന്നില്ല എന്ന് വെച്ചാൽ ആ രോഗത്തിന് ചികിത്സയില്ല എന്നല്ല അതിന്റെ അർത്ഥം. കോവിഡിന്റെ ചികിത്സ ഇപ്പോഴെന്താന്ന് വെച്ചാല് രോഗിക്ക് ബ്രീതിങ് പ്രശ്നങ്ങൾ വലുതുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് കെയർ എന്ന് പറയുന്ന ചികിത്സ കൊടുക്കുക. അതിന്റെ സപ്പോർട്ടീവ് കെയർ എന്ന് വെച്ചാല് ഓക്സിജൻ വേണ്ടി വരുന്നവർക്ക് ഓക്സിജൻ കൊടുക്കുക, പിന്നെ വേറെ വല്ല രീതിയിൽ IV ഫ്ലൂയിഡ്സോ ബ്ലഡ് പ്രഷറിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ വല്ലതും വേണമെങ്കിൽ അങ്ങനത്തെ ചികിത്സ കൊടുക്കുക. പിന്നെ കോവിഡ് ഭയങ്കര സീരിയസ് ആയാല് പിന്നെ മെക്കാനിക്കൽ വെന്റിലേഷൻ പോലെ ഇങ്ങനത്തെ മെഷീൻ വെച്ചിട്ട് ബ്രീതിങ് ചെയ്യാനായിട്ട് സഹായിക്കുക. അങ്ങനത്തെ ഓരോരോ വേറെ ലെവൽസ് ഓഫ് ട്രീറ്റ്മെന്റ് ഓർ ചികിത്സ ഉണ്ട് ഇതിന്. അൺഫോർച്ചുനേറ്റ്ലി ഈ സമയത്ത് ഒരു ക്യൂർ ഇല്ല. പിന്നെ വാക്സിൻ ട്രയൽസും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തെ കുറെ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാനഡയിൽ തന്നെ ഒരു വാക്സിൻ ട്രയൽ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഹെൽത്ത് കാനഡയുടെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാനഡയിൽ നടക്കുന്ന സകല കോവിഡ് ട്രയൽസിനെ കുറിച്ചും ഇൻഫർമേഷൻ അവിടെ കിട്ടാൻ പറ്റും. പക്ഷെ തൽക്കാലം ഫോർ ദ റെഗുലർ പേഴ്സൺ കോവിഡിന് വേണ്ടി വാക്സിൻ ഇല്ല.
പിന്നെ അവസാനത്തെ ചോദ്യം എന്തായിരുന്നു വെച്ചാല് ഈ സിംറ്റംസിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ എടുക്കാൻ പറ്റുക. ആക്ച്വലി അഗെയിൻ ഡോക്ടർ അർച്ചന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും സൈൻ ഓഫ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഡോക്ടർ അർച്ചൻ അത്ര നല്ലോണമാണ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ ആ പ്രസന്റേഷനിൽ വളരെ നല്ല സ്ലൈഡ് ഉണ്ടായിരുന്നു. ഈ എന്താ ഫീവർ വരികയാണെങ്കിൽ ടൈലിനോൾ എടുക്കുക എന്നുള്ള ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ദാറ്റ്. ടൈലിനോൾ അല്ലെങ്കിൽ അസെറ്റമിനോഫെൻ എന്നും പറയും. അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചുമയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകളും ഉണ്ട് ഓവർ ദ കൗണ്ടർ. അതെടുക്കുന്നതിലും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പിന്നെ അഥവാ വോമിറ്റിംഗ് വലുതും വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഓവർ ദ കൗണ്ടർ ഒരു മരുന്നുകളൊക്കെ കിട്ടാൻ പറ്റും. അഗെയിൻ നോ നീഡ് ടു തിങ്ക് അതർവൈസ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കോസ് എനി ഹാം. അത് അങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കാം. പക്ഷെ ഇതിന് സ്പെസിഫിക് ആയിട്ട് കോവിഡിന് വേണ്ടിയിട്ട് അറ്റ് ദിസ് ടൈം അഗെയിൻ ഞാൻ പറയാണ് മരുന്ന് ഒന്നുമില്ല. അത്രേ ഉള്ളൂ. താങ്ക്സ് ഡോക്ടർ അരവിന്ദ്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, നമ്മൾ 1 മണിക്കൂറായിരുന്നു ഈ സെഷന് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പൊ ഏകദേശം 12:05 ആവുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. സോ ഡോക്ടേഴ്സ് അതിനുള്ള മറുപടി അവിടെ ടൈപ്പ് ചെയ്തു തരും. അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് അതിന് മറുപടി ഇടുന്നുണ്ട്. അപ്പൊ നമുക്കിനി 3 ക്വസ്റ്റ്യൻ കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ ജോസഫിനോടാണ്. കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇപ്പം തീരെ കുഞ്ഞു കുട്ടികളുള്ള വീടുകളിലുള്ളവർക്ക് എപ്പോഴും ഒരു കൺസേൺ കാണും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മൈ സ്മോൾ വൺ ഓൾവേസ് ലിക്സ് ഹെർ ഫിംഗേഴ്സ്. ഹൗ ക്യാൻ ഐ കീപ് ഹെർ സേഫ് ഫ്രം ദ വൈറസ്? ഓൾസോ വാട്ട് മൈറ്റ് ബി ദ സിംറ്റംസ് ഇൻ ഇൻഫൻസ്? കയ്യ് വായിലോ മൂക്കിലോ ഇടുന്നത് ഒരു സാധാരണ ശീലമാണ്. ഈ ശീലം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മിക്ക ആളുകളും അവരുടെ മുഖത്ത് സ്പർശിക്കാറുണ്ട്. നമ്മൾ പഠനങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, സാധാരണ വ്യക്തികൾ ഒരു മണിക്കൂറിനുള്ളിൽ 10-20 പ്രാവശ്യമെങ്കിലും മുഖത്ത് തൊടാറുണ്ട്. അപ്പോൾ ഈ രോഗം തടയാൻ നമ്മൾ പല നല്ല രീതികളും ശീലം ആക്കണം. 1, പതിവായി കൈ കഴുകണം. പിന്നെ കുട്ടികൾക്ക് കൈ കഴുകണത് എങ്ങനെയെന്ന പഠിപ്പിക്കണം. അതിനൊരു കറക്റ്റ് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. വെള്ളവും സോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോൾ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാം. 2, മുഖത്ത് തൊടരുത്. 3, രോഗികളോട് അടുത്ത് പോകരുത്. 4, കൂട്ടം കൂടുന്നതും ആഘോഷങ്ങളും മാക്സിമം ഒഴിവാക്കുക. Now, the other thing is, if you are having manageable symptoms at home, stay home and don't go out in public. If you stay safe, practice good habits, you can protect your own children at home. Most children get this illness from their parents or other adults in their home. Remember, many babies will have no symptoms or very mild symptoms. ചിലപ്പോൾ പല ലക്ഷണങ്ങൾ കാണും കുഞ്ഞുങ്ങൾക്ക്. പനി, ചുമ, മൂക്കടപ്പ്, ജലദോഷം, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, പിന്നെ ക്ഷീണം, മയക്കം, ഛർദി, വയറിളക്കം. പിന്നെ ചിലപ്പോൾ കാൽവിരലിൽ ചെറിയ റാഷസ് കാണും. ചുവപ്പ് നിറമുള്ള റാഷസ് അല്ലെങ്കിൽ പർപ്പിളിഷ് നിറമുള്ള റാഷസ്. ഇപ്പൊ കോവിഡ് ടോസ് എന്ന് പറയും. പിന്നെ നന്നായി ഭക്ഷണം അഥവാ മുലപ്പാല് കഴിക്കുന്നില്ല. പിന്നെ ഒരു ഫസിനെസ്സും കാണും. ഇതാണ് കുഞ്ഞുങ്ങളുടെ ലക്ഷണങ്ങൾ. താങ്ക്സ് ടു ഡോക്ടർ ജോസഫ്. അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ മാളവികയോടാണ്. നിലവിൽ നമ്മളിപ്പം phase 1-ലാണ്. സോ ഹൗ ക്യാൻ ഐ ബെസ്റ്റ് പ്രൊട്ടക്ട് മൈസെൽഫ് ആൻഡ് മൈ ഫാമിലി? അതുപോലെ തന്നെ ഈ ഫേസ് മാസ്കിന്റെ കാര്യത്തില് കാനഡയിൽ ഇപ്പം കാനഡയുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആണെങ്കിലും ഈ അടുത്ത നാളിൽ പറയുകയുണ്ടായി, മാസ്ക് ധരിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്നതാണ് നല്ലതെന്ന്. സോ ഷുഡ് ഐ വിയർ എ ഫേസ് മാസ്ക് ആൻഡ് ഗ്ലൗസ് വെൻ ഗോയിങ് ഔട്ട്? ഇപ്പൊ നമ്മള് phase 1-ല് കുറെ ബിസിനസ്സസ് തുറന്നു വരുന്നുണ്ട്. ഇപ്പൊ പബ്ലിക് പാർക്സ്, പിന്നെ ഇപ്പൊ മൺഡേ റെസ്റ്റോറൻറ്റ്സും പബ്ബും അതൊക്കെ തുറക്കാൻ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ അർത്ഥം ഇറ്റ്സ് ട്രൂ, നമ്മുടെ കോവിഡ് കേസസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മുടെ പ്രിക്കോഷണറി മെഷേഴ്സ് ഒന്നും മാറിയിട്ടില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഹാൻഡ് വാഷിംഗ്, സോപ്പും വെള്ളവും ഇട്ട് നല്ലോണം കൈ കഴുകുക, മിനിമം 60% എങ്കിലും ആൽക്കഹോൾ ഉള്ള സാനിറ്റൈസർ ഉപയോഗിക്കുക കൈ വൃത്തിയാക്കാനായിട്ട്. പിന്നെ ഡോക്ടർ അർച്ചന പറഞ്ഞ പോലെ വീട്ടിലുള്ള സർഫസസ് ഒക്കെ ബ്ലീച്ചിങ് ഏജന്റ് വെച്ച് വൃത്തിയാക്കുക. ഞങ്ങൾ യൂഷ്വലി പറയാറ്
1:10, അതായത് 9 parts of വാട്ടറും 1 part of ബ്ലീച്ചും ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്സ്, ബാത്റൂം, ഡോർ ഹാൻഡിൽസ്, മൊബൈൽ ഫോൺസ്, ഈ പേഴ്സിന്റെ ബാക്കിൽ, കാര്യം പേഴ്സ് എപ്പോഴും നമ്മളിങ്ങനെ ടേബിളിൽ വെക്കുമല്ലോ, അപ്പം അത്, കീബോർഡ്, കമ്പ്യൂട്ടറിന്റെ മൗസ്, അതൊക്കെ നല്ല വൃത്തിയാക്കുക ബ്ലീച്ചിങ് ഏജന്റ് വെച്ചിട്ട്. ബ്ലീച്ചിങ് ഏജന്റിന് ഒരു പ്രൊലോങ്ഡ് ആക്ഷൻ ഉണ്ട്, അപ്പം കുറെ നേരം ആ ഇഫക്റ്റ് ഇരിക്കും. പക്ഷെ ആൽക്കഹോൾ ഇവാപറേറ്റ് ചെയ്യുമല്ലോ, അപ്പൊ ആൽക്കഹോളിന് കുറച്ച് നേരേ ഉള്ളൂ ഇഫക്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൈ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. പുറത്തു പോകുമ്പം, പബ്ലിക്കിൽ പോകുമ്പം ഇങ്ങനെ ഗ്രൂപ്പുകളിലൊന്നും പെടാതിരിക്കുക. വീട്ടിൽ ഒരുപാട് പേരെ ഒന്നും ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക. പാർട്ടീസ് ഒന്നും നടത്താതിരിക്കുക. കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിതമായ രീതിയിൽ നടത്തുക. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ മാസ്കും ഗ്ലൗസും, മാസ്ക് എന്റെ അഭിപ്രായത്തില് ഇമ്പോർട്ടന്റ് ആണ് അത് ധരിക്കുക എന്നുള്ളത്. ഇപ്പം ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിന് ക്ലോത്ത് മാസ്ക് ആയിരിക്കും നല്ലത്. അതിപ്പം ഒരുപാട് പേര് വീട്ടിലുണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ ഉണ്ട് അത് വിൽക്കുന്നത്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, അത് വാങ്ങുക. ഇപ്പം ക്ലോത്ത് മാസ്കിന് ഫിൽറ്റർ ഇല്ല. അപ്പം നമ്മളിപ്പം ക്ലോത്ത് മാസ്ക് ഇടുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡ്രോപ്ലെറ്റ്സ് വേറെ ആൾക്കാരിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോത്ത് മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പം അത് ജനറൽ പബ്ലിക്കിനുള്ളത്. നമുക്കിപ്പോ സർജിക്കൽ മാസ്കിന്റെ ആവശ്യമില്ല. സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുന്നത് അഥവാ നമുക്ക് കോവിഡിന്റെ സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ കോവിഡ് ഉള്ള ഒരു ആളെ, വി ആർ ടേക്കിംഗ് കെയർ ഓഫ് സംബഡി ഹു ഹാസ് കോവിഡ്, അങ്ങനെയുള്ളവരാണ് സർജിക്കൽ മാസ്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിന് ഒരു ഫിൽറ്റർ ഉണ്ട്, അത് യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ. പിന്നെ ഇപ്പൊ നാട്ടിൽ ഒരുപാട് പേര് N95 മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നു. ദൈവത്തെ ഓർത്ത് അത് ഉപയോഗിക്കരുത്. അതിന്റെ ഒരു ആവശ്യമില്ല നമ്മുടെ പബ്ലിക്കിന്. അത് ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനൊരു ഫിറ്റ് ടെസ്റ്റ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ പബ്ലിക് ഫിറ്റ് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഹെൽത്ത് പ്രൊഫഷണൽസ് ഫിറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, എന്നാലേ അതിനൊരു യൂസ് ഉള്ളൂ. അപ്പൊ പബ്ലിക് അത് വെറുതെ മേടിച്ച് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ക്ലോത്ത് മാസ്ക് ആണ് വേണ്ടത്. അപ്പൊ ഗ്രോസറി സ്റ്റോർ, ഫാർമസിയിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഗ്ലൗസിന്റെ കാര്യം, അതിട്ടിട്ട് പിന്നെ മൂക്കും വായും ഒക്കെ തൊട്ടിട്ട് കാര്യമില്ല. അപ്പം അതൊരു, ഐ തിങ്ക് ഇറ്റ് ഗിവ്സ് യു എ സെൻസ് ഓഫ് ഫാൾസ് സെക്യൂരിറ്റി. അപ്പൊ അത് ഗ്ലൗസ് ഇടണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മളിപ്പോ പെട്രോൾ പമ്പ്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഗ്രോസറി, ഫാർമസി, അങ്ങനത്തെ സ്റ്റോഴ്സിലൊക്കെ പോവാണെങ്കിൽ ആ ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഗ്ലൗസ് ഡിസ്പോസ് ചെയ്യാൻ ഓർക്കുക. അതിപ്പോ ഫുൾ ഡേ ഇട്ടിട്ട് കാര്യമില്ല. അപ്പം ഗ്ലൗസ് ഇടണം എന്ന് നിർബന്ധമില്ല. ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ വെച്ച് കൈ വൃത്തിയാക്കിയാൽ മതി. മാസ്ക് ഇസ് ഇമ്പോർട്ടന്റ്. താങ്ക് യു ഡോക്ടർ മാളവിക. നമ്മുടെ ഗ്രൂപ്പ് ചാറ്റിൽ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ആൻസറുകൾ ഡോക്ടേഴ്സ് മറുപടി തരുന്നതായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ, ഡു ഐ നീഡ് ടു ഡൗൺലോഡ് AB Trace Together ആപ്പ് and how does it help me? ഡോക്ടർ മാളവികയോടാണ് ക്വസ്റ്റ്യൻ. സോറി. ഞാൻ ആ ചാറ്റ് ബോക്സ് നോക്കായിരുന്നു. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? സോറി. നമ്മുടെ മാൽബേട്ടയില് പുതിയൊരു ആപ്പ് ഉണ്ടല്ലോ, AB Trace Together ആപ്പ്. So do I need to download that? ഓക്കെ, സോ AB Trace Together ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജസിലാണ് ആ കോണ്ടാക്ട് ട്രേസിംഗ് ആപ്പ്. നമ്മുടെ ഇന്ത്യയിലുള്ള പോലത്തെ ആരോഗ്യ സേതു ആപ്പ് ഉള്ള പോലത്തെ കോണ്ടാക്ട് ട്രേസിംഗ് ആപ്പാണ് AB Trace Together. അപ്പൊ അതിനകത്ത് ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്നത്. അതുകൊണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അത് ഓർത്ത് പേടിക്കണ്ട. അപ്പം എന്താ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് അഥവാ ലാബ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് വന്നാൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് നിന്ന് ഒരു കോള് വരും, നമ്മളെ റിസൾട്ട് അറിയിക്കാനും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും. അപ്പം അതിന്റെ ഇടയിൽ അവർ ചോദിക്കും നമുക്ക് ഈ ആപ്പ് ഉണ്ടോന്ന്. അഥവാ നമുക്ക് ഈ ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പിലെ ഇൻഫർമേഷൻ, നമ്മൾ എൻക്രിപ്റ്റഡ് ഡേറ്റ നമ്മള് ആൽബർട്ട ഹെൽത്ത് സർവീസിലോട്ട് അത് അപ്ലോഡ് ചെയ്യും. അപ്പം അങ്ങനെ കോണ്ടാക്ട് ട്രേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫർമേഷൻ കിട്ടും, നമ്മൾ എവിടെയൊക്കെ പോയിരുന്നു, നമ്മൾ ആരുമായിട്ടൊക്കെ സമയം ചെലവഴിച്ചു,
ഇപ്പം കോണ്ടാക്ട് ട്രേസിങ് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ പറ്റും ആ ആപ്പ് വെച്ചിട്ട്. പക്ഷെ നമുക്ക് കിട്ടിയ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ ആപ്പ് എപ്പോഴും നമ്മള് ഓപ്പൺ ആക്കി വെക്കണം പുറത്തു പോകുമ്പോ. അപ്പം ചാർജ് ഒരുപാട് പോകുന്നു. അപ്പം അതിനുള്ള മാർഗം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ ആപ്പ് ഓൺ ആക്കിയിട്ട് ഫോൺ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കി പോക്കറ്റിൽ വെക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ ഡെസ്കിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആപ്പ് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കി ഇങ്ങനെ വെക്കുക. സോ ഇറ്റ്സ് സെഡ് ദാറ്റ് ഇറ്റ് വിൽ കൺസേർവ് ദ ബാറ്ററി. അപ്പം ആപ്പ് എപ്പോഴും തുറന്നു വെക്കണം നമ്മൾ പുറത്തു പോകുമ്പോ, എന്നാലേ ഈ ആപ്പിന് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്റെ അഭിപ്രായത്തില് AB ട്രേസ് ടുഗദർ ഡൗൺലോഡ് ചെയ്തത് നല്ലതായിരിക്കും. ഇറ്റ് വിൽ മേക്ക് ദി കോണ്ടാക്ട് ട്രേസിംഗ് മോർ എഫിഷ്യന്റ്. താങ്ക്സ് ഡോക്ടർ മാളവിക. നമ്മുടെ നേരത്തെ വിചാരിച്ച 10 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ഡോക്ടേഴ്സ് ആൻസർ ചെയ്തു. നമ്മുടെ സമയം 12:15 നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചോദിക്കാം. ഡോക്ടേഴ്സ് അതിനുള്ള ആൻസർ തരും. ഡോക്ടർ ജോസഫുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ജോസഫ് പറഞ്ഞ അനുസരിച്ച് അടുത്ത ഒരു സെഷനൂടെ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വെൻ വി ഹാവ് പെറ്റ്സ് അറ്റ് ഹോം. ടൈപ്പ് ചെയ്താൽ കുറച്ച് സമയം എടുക്കുമായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ദ സെയിം പ്രിക്കോഷണറി മെഷേഴ്സ്. മെയിൻറ്റെയിൻ ഹൈജീനിക് സ്റ്റഫ്. ഇപ്പം പെറ്റ്സിനെയൊക്കെ വെളിയിൽ നടത്തിക്കാൻ കൊണ്ടുപോവാണെങ്കിൽ തിരിച്ചു വരുമ്പം അതിന്റെ കാലൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക. പിന്നെ നമ്മള് നമ്മുടേതായ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുക. ഹാൻഡ് വാഷിങ്, ഡു നോട്ട് ടച്ച് യുവർ ഫേസ്, അത് സ്ഥിരമായിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് സിംറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെറ്റ്സിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. പെറ്റ്സ് ആസ് സച്ച് വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന നമുക്ക് ഡേറ്റ ഒന്നും വന്നിട്ടില്ല. പക്ഷെ റിസ്ക് എടുക്കാതിരിക്കുക. പെറ്റ്സിനെ വെളിയിൽ നടത്തിക്കാൻ കൊണ്ടുപോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ നടത്തിക്കാൻ പോകുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. താങ്ക്സ് ഡോക്ടർ മാളവിക. ഡോക്ടർ മാളവിക പറഞ്ഞപ്പോൾ ഓർത്ത്, നമ്മളിപ്പോ ഇവിടെ ചാറ്റ് ബോക്സിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡോക്ടേഴ്സ് അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടു, ഡെന്റൽ വിസിറ്റ്സ് വാട്ട് പ്രിക്കോഷൻസ് നീഡ് ടു ബി ടേക്കൺ എന്ന്. അപ്പൊ ഡെന്റൽ വിസിറ്റിന് പ്രത്യേകിച്ച് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ ക്ലിനിക്കിൽ എന്താ ചെയ്യണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ക്ലിനിക്കിൽ സാധാരണ ഇപ്പം ഡോക്ടർ മിനി ജോർജ് പറഞ്ഞ മാതിരി ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ആയിട്ടും ഉള്ള പേഷ്യൻസിനെ മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ. അല്ലാതെ റെഗുലർ വിസിറ്റ്സ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വരുമ്പോ തന്നെ പുറത്തൊരു ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ഏത് പേഷ്യന്റ് വേണമെങ്കിലും ആദ്യം ക്ലിനിക്കിൽ കയറുന്നതിന് മുമ്പ് കയ്യിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. രണ്ടാമത് കയറി വരുമ്പോ തന്നെ ആ സ്ക്രീനിങ്ങിൽ മുമ്പിലിരിക്കുന്ന ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്നവര് നമ്മളോട് സ്ക്രീനിങ് ക്വസ്റ്റ്യൻസ് ആദ്യം ചോദിക്കും. അത് നമ്മളുടെ ഓട്ടോമേറ്റഡ്, നമ്മൾ മിക്കവാറും ക്ലിനിക്കുകളിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് ഓൾറെഡി ഒരു മെസ്സേജ് വരും, നിങ്ങൾക്ക് ഇന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ വരരുതെന്ന് പറഞ്ഞിട്ട്. ഇൻ കേസ് ഇനിയിപ്പോ നമ്മൾ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നുകൂടെ ആ ഫുൾ ലിസ്റ്റ് ചോദിക്കും. നേരത്തെ ഡോക്ടർ മാളവിക പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എല്ലാ സിംറ്റംസ് ഉണ്ടോ, കോണ്ടാക്റ്റിൽ ഉണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാത്തിനും നോ ആണെങ്കിൽ മാത്രമേ പിന്നെ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. പിന്നെ വെയിറ്റിംഗ് റൂമിൽ സാധാരണഗതിയിൽ എല്ലാ ക്ലിനിക്കിലും ഇപ്പൊ ആകെ 4 ചെയറോ മറ്റേ ഉള്ളൂ ഞങ്ങളുടെ ക്ലിനിക്കിൽ ആകെ. എല്ലാം ദൂരെ അകറ്റി മാറ്റിയാണ് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ മാഗസീനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, സോഷ്യലൈസിങ്ങും ഒരു പരിപാടിയില്ല. പിന്നെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മാസ്കും ഐ ഗിയറും ഉപയോഗിക്കാറുണ്ട് മിക്ക പേഷ്യൻസിനും.
പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലൗസും, പിന്നെ ഡെന്റലിൽ വേറെ പ്രത്യേകിച്ച് ബിക്കോസ് കൂടുതൽ എക്സ്പോഷർ ഉള്ള കാരണം ആ 3 സംഭവങ്ങൾ എന്തായാലും ഉപയോഗിക്കും. വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ അല്ലെങ്കിൽ ഇപ്പൊ ഡെന്റലിന് ഞാൻ പേഴ്സണലി ഇപ്പൊ ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ അല്ലെങ്കിൽ എന്റെ രീതിയിൽ ഞാൻ ഇപ്പൊ പോവില്ല, ഇപ്പൊ എമർജൻസി ആയിട്ട്. അല്ലാതെ ഇനി മെല്ലെ എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്, മെല്ലെ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് നോക്കിയിട്ട്. ബട്ട് ഇപ്പൊ അല്ലാതെ അത്യാവശ്യം ഇല്ലെങ്കിൽ ഡെന്റലിനൊന്നും പോവാതിരിക്കണ ഭേദം എന്നാണ് എന്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഒരു ചോദ്യമുള്ളത്, ഈ വാക്സിൻസ് എടുക്കുന്നത് കണ്ടീഷൻസ്, അതായത് ഇപ്പൊ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പനിയുടെ ഒരു സിംറ്റംസ് വരുമല്ലോ. അപ്പൊ അങ്ങനെ വാക്സിൻസ് ഒക്കെ ഈ സമയത്ത് പോയി എടുക്കുന്നത് നല്ലതാണോ? രണ്ടാമത്തെ ഒരു ചോദ്യം, ഇപ്പം എനിക്ക് കോവിഡ് വന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം പിന്നെയും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് പിന്നീട് എന്തെങ്കിലും ശ്വാസകോശപരമായിട്ടുള്ള പ്രോബ്ലംസ് വരുമോ? ഈവൻ കുട്ടികളിൽ US ഇപ്പൊ ഒരു സിംറ്റംസ് കാണുന്നുള്ളത് ലങ്സിന് വീക്കം, ആ കാവാസാക്കി എന്ന് പറഞ്ഞ രോഗം പോലൊക്കെ തന്നെ ലങ്സിന് വീക്കം വരുന്നുണ്ട്. ഇപ്പം ഇവിടെ അസിംപ്റ്റമിക് ആയിട്ടുള്ള കിഡ്സിന് അങ്ങനെ വല്ല കേസസ് വരുന്നുണ്ടോ? കാര്യം ഇപ്പം കിഡ്സ് വെളിയിലോട്ട് ഇറങ്ങാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പം നമ്മൾ ഇറക്കി വിട്ടു കഴിഞ്ഞാല് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലത്തിലോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം വല്ലതും കാൽഗറിയിലുണ്ടോ? I think Dr. Joseph can answer the question. Yeah, basically, I can tell you that, for kids going outside, playing outside, if they're keeping away from others, it's going to be very low risk. Remember, the risk of this disease is coming in close contact with other people. This is not very well spread by surfaces as much as it is by coming in close contact with people and sharing the droplets of saliva back and forth between others. So as far as lung problems down the road, we don't have any information about that because this is a brand new disease. It's going to take years for us to understand what all the different manifestations, different presentations of this disease are. But as far as we know, with other viral infections, usually when kids get this problem, they don't have problems down the road unless they have some kind of very severe illness. And that's extremely, extremely, extremely rare in children. So this is not something I would be worrying about with my kids. I have 3 kids myself. I tell them all the time, if you get COVID, it's going to be a small cold. Don't worry about it. You don't need to get your kids anxious or worried about COVID. This is something that's extremely rare in children to have a serious illness in children. So we see it, we're ready for it in the children's hospital, but it's unlikely. താങ്ക് യു ഡോക്ടർ ജോസഫ്. നമുക്ക് സമയം ഇപ്പം 12:20 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം തന്നെ വളരെ ബിസിയാണ്. ഇന്ന് പകുതി ആണെങ്കിൽ പോലും വളരെ ബിസി ഒരു വീക്ക് കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഇരിക്കുന്നത്. സോ നമ്മൾ കമ്മിറ്റ് ചെയ്ത അനുസരിച്ച് 1 hour ആയിരുന്നു, അത് കഴിഞ്ഞു. സോ വെരി താങ്ക്സ് ടു ഓൾ. നമ്മുടെ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇങ്ങനൊരു സെഷൻ അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയ നമ്മുടെ മലയാളി ഡോക്ടേഴ്സിന് MCACയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ടു ഡോക്ടർ ജോസഫ് വയലുങ്കൽ. ജോസഫ് ബാക്കിയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഈ സെഷൻ ഇത്രയും മനോഹരമാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ താങ്ക്സ് ടു ഡോക്ടർ അരവിന്ദ് ആൻഡ് ഡോക്ടർ മാളവിക. താങ്ക്സ് ടു ഡോക്ടർ മിനി ജോർജ്. ദെൻ താങ്ക്സ് ടു ഡോക്ടർ അർച്ചന. ഇനിയും നമുക്ക് നോക്കാം, അടുത്ത സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും MCAC ഈസ് വില്ലിംഗ് ടു ഡു 1 more session, 1 or 2 more sessions നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. അപ്പം അതുപോലെ ആളുകളോട് ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് പറയുകയാണ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് ദ ക്വസ്റ്റ്യൻസ് ടു info@calgarymalayali.ca. അപ്പം ആ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അടുത്ത ആഴ്ചയിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. നമുക്കപ്പം ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരവും നന്ദിയും. Thank you. Thank you. താങ്ക് യു.